കേട്ടോ. ഞാൻ എന്നിട്ട് ചോദിച്ചിരുന്നു, ബാപ്പനെ നിങ്ങൾ ഇവിടുന്ന് യാസീനോദി പൈസ വാങ്ങിയതിന് പരിഹസിച്ചല്ലോ, ഇത് നിങ്ങളെ നാട്ടിൽ നിന്ന് ഇതുപോലെ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതിന്റെ കാരണം അയാളെ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും ഉണ്ടാവില്ലേ സദസ്സിൽ. അത് ഞാൻ അപ്പൊ മൂപ്പര് പറയാ, അവിടെ വാ നാട്ടിലേക്ക്. മൗലവി, ഞാൻ ചോദിച്ച എനിക്ക് ധൈര്യം ഉണ്ടോന്നല്ല, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്നാ. എന്നോട് ഒരു അങ്ങോട്ട് വാത് അയാൾ പ്രസംഗിക്കാൻ ഞാനാകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് ഇയാളെ ബുദ്ധി. ഇയാളോട് ഞാൻ ചോദിച്ചു നിങ്ങളെ നാട്ടിൽ പോയിട്ട് പറയാൻ ധൈര്യമുണ്ടോ? അപ്പൊ എന്നോട് അങ്ങോട്ട് വാ നാട്ടിലേക്ക്. അതിന് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോന്നാ ചോദിച്ചേ, അല്ലാതെ എനിക്ക് ധൈര്യമുണ്ടോ നിങ്ങളോട് ചോദിക്കോ? ഞാൻ എന്താ പണ്ടാര പറഞ്ഞ പോലെ ഞാനിങ്ങ് വാ നീ അങ്ങ് പോകുന്നു പറഞ്ഞു പണ്ട ഞങ്ങൾക്ക് അതുപോലെ പറയുന്ന ആളാണോ ഞാൻ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ പോയിട്ട് ഈ യാസീനോദിനെ പറ്റി പറയാൻ ധൈര്യമുണ്ടോന്നാ ചോദിച്ചു. ധൈര്യം ഉണ്ടെങ്കിൽ പോയി പ്രസംഗിച്ചിട്ട് എന്നെ വിളിക്ക്. നിങ്ങൾ കണ്ടോന്ന് ചോദിച്ചിട്ട് മറുപടി പറയാനുണ്ടോ ചോദിച്ചിട്ട് വിളിക്കുക. ആദ്യം നിങ്ങൾ പോയി പ്രസംഗിക്കും, എന്നിട്ട് എന്നെ വിളിക്കും നാട്ടിലേക്ക്. പിന്നെ ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണ്ട, ഇയാൾ പറയാണ് ഞാൻ എന്റെ ബാപ്പനെ മാത്രമല്ല പറഞ്ഞത് എല്ലാരെയാണ്. ഇയാൾ പറഞ്ഞ ഞാൻ പൊതുവേ പറഞ്ഞതാണ്. പൊതുവേ പറഞ്ഞതാണ് തന്നെ ബാപ്പയും പറ്റിയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാവരും വാപ്പാരും പറ്റിയിട്ടുണ്ട് അല്ലേ? അയാളെ വാപ്പനെ മാത്രമല്ല എല്ലാവരും വാപ്പാരും എല്ലാ എലിമിങ്ങളെയാ പറഞ്ഞതെന്നാണ് ഇയാൾക്ക് അതിന്റെ മറുപടി. അത് കേട്ടോളി, പൊതുവേ പറഞ്ഞാണെന്ന് പറഞ്ഞത് കേട്ടോളി. ഞാനിവിടെ പറഞ്ഞു എന്ത്, കബറിങ്ങൾ പോയിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങുന്നു, അത് നിങ്ങൾ അനാചാരത്തിന്റെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല, അത് നിങ്ങൾക്ക് കാര്യം കിട്ടുന്നത് കൊണ്ട് ആചാരമായി നിലനിർത്തിയിരിക്കുന്നു എന്ന ആണ്ട് നേർച്ച എന്നുള്ള വിഷയം പറഞ്ഞപ്പോ ഞാൻ പൊതുവെ പറഞ്ഞതാ. കണ്ടോ, ഞാൻ പൊതുവെ പറഞ്ഞതാണ്. പൊതുവെ പറഞ്ഞാണ് നേർച്ച എന്താ? എന്റെ ബാപ്പാനെ മാത്രമല്ല ബാക്കിയുള്ളവരെയും കൂടിയാണ്. മറ്റേത് വെറും ബാപ്പാനെ മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നോക്കുമ്പോ അയാൾ പറയുന്ന അല്ല ബാപ്പാനെ മാത്രമല്ല പൊതുവെ പറഞ്ഞാണ്, എല്ലാരെയും പറഞ്ഞതാണ്. ഇതെന്തൊരു സാധനമാണിത്? അയാൾ മറുപടിയാണ് പൊതുവെ പറഞ്ഞതാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ എന്നെ കൊണ്ട് ഇത് ഞാൻ പറഞ്ഞ വകയിൽ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് പെരുങ്കള്ളൻ എന്നെ വിളിച്ചു. കേട്ടോളി, ഈ പെരുങ്കള്ളന് തോന്നുന്നുണ്ട് ബാപ്പാനെ ചീത്തയെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട്. ഈ പെരുങ്കള്ളന് തോന്നുന്നുണ്ട് ബാപ്പാനെ ചീത്തയെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട്. കേട്ടോ, ഞാൻ പെരുങ്കള്ളൻ. ഞാൻ നിങ്ങളത് എന്താ കട്ടത്? നിങ്ങൾ എന്റെ പ്രസംഗം കട്ടു അല്ലേ? ഞാൻ നിങ്ങളെന്താ കട്ടത്? നിങ്ങൾ എന്റെ പ്രസംഗം കട്ടു. എന്റെ പേര് എനിക്ക് ഞാൻ പെരുങ്കള്ളനാണ്. ഞാൻ കട്ടിട്ടില്ല. കട്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചിരി. എന്താ കട്ട് കാണിച്ചിരി. ഇനി സഹോദരന്മാരെ, ഇയാള് പറയുന്നത് നിഫാഖിന്റെ അടയാളാണ്. തമ്മിൽ തെറ്റിയാൽ ചീത്ത പറയാ. അത് നിഫാഖിന്റെ അടയാളാണ്, കപട വിശ്വാസത്തിന്റെ അടയാളാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പരസ്പരം തെറ്റിയാല് ചീത്തയൊന്നും പറയൂല. ആര്? മുജാഹിദീങ്ങൾ തമ്മാമിലെ ഒരു ചീത്തയും പറയൂല. അത് നിങ്ങൾക്ക് ആദ്യം ഞാൻ കേൾപ്പിക്കുന്നത്. പിന്നെ ചീത്ത പറഞ്ഞേ ഞാൻ കാണിക്കാൻ പോകുന്നത് അവർക്ക്. തമ്മിൽ തെറ്റിയോ തെറി വിളിക്കും. ഇത് ഞങ്ങളുടെ സ്വഭാവമല്ല, അങ്ങോട്ടാണ് ചേരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തമ്മിൽ തെറ്റിയാല് തെറി പറയല് നമ്മളെ സ്വഭാവമല്ല. നിങ്ങള് ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച ഇസ്ലാഹി മാസിക, ഈ ഇസ്ലാഹി മാസിക കേട്ടോളെ, ഹെഡിങ് പട്ടികൾ കുരക്കട്ടെ, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട്. ഇതാരെ പറ്റിയാ എഴുതിയത്? ഇത് മറ്റേ മുജാഹിദിന്റെ സുല്ലമിയെ കുറിച്ച്. നിങ്ങളെ പണ്ഡിത സംഘടനയുടെ വൈസ് പ്രസിഡന്റായി, നിങ്ങളെ വാദപ്രതിവാദത്തിന്റെ നേതാവായി നിങ്ങൾ ഇന്നുവരെ എടുത്തുകൊണ്ടുപോയ സുല്ലമി, അബ്ദുസലാം സുല്ലമി, ആ സുല്ലമിനെ സംബന്ധിച്ച് നിങ്ങൾ എഴുതിയത് എന്താണ്? പട്ടികൾ കുരക്കട്ടെ, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട്. കണ്ടോ കണ്ടോ? ഇവര് തമ്മിൽ തെറ്റിയാ പരസ്പരം തെറി പറയൂല പോലും. എന്നാ ഇത് തെറി പറയേണ്ട കാരണം തരങ്ങള് അതാരത്തോ മഞ്ചേശ്വരം സംവാദം നടന്നു. സംവാദത്തിന് നമ്മളെ സക്കരിയ സലാഹില്ലേ, നേരത്തെ നമ്മൾ കണ്ടേ തൊപ്പിയിട്ട പുരോഹിതൻ. ആ തൊപ്പിയിട്ട പുരോഹിതൻ ബഹുമാനപ്പെട്ട കീഴ ഉസ്താദിന്റെ ആണ്ട് കഴിച്ച വകയിൽ നാദാപുരത്ത് വന്നിട്ട് പ്രത്യേകം സ്പെഷ്യൽ വാല്യൂ പറഞ്ഞ പുരോഹിതൻ. ആ പുരോഹിതൻ അവിടുന്ന് ഉത്തരം മുട്ടി. എവിടുന്ന്? മഞ്ചേശ്വരത്ത് നിന്ന് ഉത്തരം മുട്ടി. അതിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ നേതാവായ അബ്ദുസലാം സുല്ലമി എഴുതി, അവരെ പത്രത്തിന് ഷബാബിൽ എഴുതി, മഞ്ചേശ്വരം സംവാദം എന്തിനു വേണ്ടിയായിരുന്നു? എ സുല്ലമി. ഇതിൽ അയാൾ എഴുതി എന്താണെന്നറിയോ? ഇയാൾ പറയുന്നു, ഈ പണ്ഡിതന് സക്കരിയ സലാഹിനെ പറ്റി പറയാണ്,
ഈ പണ്ഡിതന് അള്ളാഹു ഇറക്കിയ ഒരു ശിക്ഷയായിരിക്കാം മഞ്ചേശ്വരം സംവാദമെന്ന് ഈ സംവാദത്തിന്റെ 5-6 സീഡികൾ കാണുമ്പോൾ ബോധ്യമാകും. സുന്നി മുസ്ലിയാക്കന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടി ഇവർ സംഘടിപ്പിച്ചതായിരുന്നു ഈ സംവാദമെന്നും ബോധ്യമാകുന്നതാണ്. അങ്ങനെ സുന്നി മുസ്ലിയാക്കന്മാരെ ആദരിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയതാണ് ഈ സംവാദം എന്ന് മനസ്സിലാവും സംവാദം കേട്ടാല്. മറ്റേ മുജാഹിദ് പറയാണ്, എന്ത് പറയാണ്, സുന്നി മുസ്ലിയാക്കന്മാരെ അനുസരിച്ചാൽ മുസ്ലിങ്ങൾ ശിർക്ക് ചെയ്തവരാകുമെന്ന് ഉമർ മൗലവി സെൽസബീലിൽ എഴുതിയത് പോലും അംഗീകരിക്കാൻ സംവാദത്തിൽ ഇവർ തയ്യാറാകുന്നില്ല. മടവൂരികൾ ഗൾഫ് സലഫിസം അംഗീകരിക്കുന്നില്ലെന്ന് ഗൾഫ് നാടുകളിൽ പ്രചാരം നടത്തി മടിശ്ലീല വീർപ്പിക്കുന്നവർ, ആരാ മടിശ്ലീല വീർപ്പിക്കുന്നത്? മടിശ്ലീല വീർപ്പിക്കുന്നവർ തൗഹീദിന്റെ വിഷയത്തിൽ പോലും അവരുടെ വീക്ഷണത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുന്നത് സംവാദം ശ്രദ്ധിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്നതാണ്. ഇങ്ങനെ സക്കരിയ സലായിക്കും കായക്കൊടി ഹനീഫ മൗലവിക്കും അവർക്ക് രണ്ടാൾക്കും അള്ളർക്കിയ ശിക്ഷയാണ് മഞ്ചേശ്വരം സംവാദമെന്ന് മുജാഹിദിന്റെ നേതാവ് സലാം സുല്ലമി അവരുടെ ശബാബിൽ എഴുതിയപ്പോ ഇവർക്ക് കലിതുള്ളി എഴുതിയതാണ്. പട്ടികൾ കൊരക്കട്ടെ, സ്വാർത്ഥവാഹക സംഘം മുന്നോട്ട്. ഓ മുസ്ലിമീങ്ങളെ, ഇവര് പരസ്പരം തെറ്റിയാ ചീത്ത പറയുന്ന സ്വഭാവം ഇല്ലാത്തവരാണ് പോൽ വല്ലാത്ത സൂഫിയാക്കള് തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രസംഗിക്കുമ്പോ കുറച്ചൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ? ഞങ്ങളെ ഇസ്ലാഹിൽ എന്തൊക്കെയാ ഞങ്ങൾ എഴുതിയത്, ഞങ്ങളെ ശബാബിൽ എന്തൊക്കെയാ എഴുതിയത് എന്നൊന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ നാദാപുരത്ത് വന്ന് പ്രസംഗിക്കാൻ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഇയാൾ പറയുന്നത്? പിന്നെ പറയുന്നറിയോ, ഈ മുസ്ലിയാർ എന്റെ വാപ്പാന്റെ ചരിത്രമൊക്കെ പറഞ്ഞത് എന്തിനാ? അത് എന്നെ നീ ഇരുത്തിക്കളയാനാണോ? അടക്കൂല വേരോടെ. ശരിക്കും മനസ്സിലാകണേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അയാൾക്ക് ഇരിക്കാനും കഴിയില്ല, നടക്കാനും കഴിയില്ല, കിടക്കല് തന്നെ. കാരണം അയാൾ പറഞ്ഞ് ഇരുത്താൻ എന്നെ കഴിയൂല, നടക്കൂല. പിന്നെന്താ സംഭവം? സംഭവമൊന്നുമില്ല, നാദാപുരത്ത് വന്ന് കിടന്നത് തന്നെ. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. കേട്ടോളൂ. എന്നെ ഇരുത്തിക്കളയാമെന്നാണോ വിചാരിച്ചത്? നടക്കൂല പേരോടെ. നടക്കാൻ പോണ സംഗതിയല്ല. എന്നെ ഇരുത്തിക്കളയാമെന്നാണോ വിചാരിച്ചത്? നടക്കൂല പേരോടെ. നടക്കാൻ പോണ സംഗതിയല്ല. കണ്ടോ? അപ്പൊ അയാളെ ഇരുത്തിക്കളയാന്നാ വിചാരിച്ചത്. നടക്കൂല. പിന്നെ ഇരുത്തിയിട്ട് കാര്യമില്ലല്ലോ. എന്നാ കിടന്നോട്ടെ. നിങ്ങൾ കിടന്ന സ്ഥലത്തല്ലേ, എഴുന്നേൽക്കൂല മൗലവി, അവിടെ കിടന്നോ. പിന്നെ ഇയാൾ പറയുന്നതറിയോ? ഇയാൾ പറയുന്നത് മൗലവിക്ക് ഒരു വിശ്വാസമുണ്ട്. എന്താ? ഞാൻ കളവ് പറയൂല, എന്ത് പറഞ്ഞാലും പേരോട് കളവ് പറയൂല എന്ന് അയാൾക്ക് വിശ്വാസമുണ്ട്. മനഃപൂർവ്വം കളവ് പറയൂല. അയാൾ പറയാണ്, ഞാൻ SSLC-യിൽ തോറ്റു എന്ന് പേരോടിനെ ഒരു ജാഹിൽ പറഞ്ഞ് പറ്റിച്ചതാണ്, സംഗതി ഞാൻ ജയിച്ചതാണ്. കമ്മീഷനായിട്ട് നമ്മൾ അയാളെ തന്നെയല്ലേ നിശ്ചയിച്ചത്. അതുകൊണ്ട് നമ്മൾ അയാൾ പറഞ്ഞ് എന്നെ സ്വീകരിച്ചിക്കാം. നിങ്ങൾ SSLC-യിലൂടെ തോറ്റാലെന്താ, ജയിച്ചാലെന്താ? നിങ്ങൾ ആഖിറത്തിൽ ജയിക്കണമെങ്കിൽ സുന്നിയാകണം മൗലവി. അതേ അവസരത്തിൽ അവിടെ ഏതോ ഒരു പടുജാഹിലുണ്ട്. ആ പടുജാഹില് എന്നോടുള്ള വിരോധം തീർക്കാൻ ഈ വ്യക്തിയോട് അല്ലെങ്കിൽ ഈ പേരോട്ട അന്ത്രുവിനോട് പറഞ്ഞു കൊടുത്തു. എന്ത്? എന്നെ പറ്റിയുള്ള നുണയാണ്. ഇയാൾ SSLC തോറ്റവനാണ്. കണ്ടോ? അപ്പൊ അയാൾക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ മനഃപൂർവ്വം കളവ് പറയൂല, ഏതോ ഒരു ജാഹിൽ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും, ഉള്ളിന്റെ ഉള്ളിലുള്ളത് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് കമ്മീഷനായിട്ട് നമ്മൾ അയാളെ തന്നെ നിശ്ചയിച്ച് ഇനി അയാൾ ഇവിടെ ജയിച്ചാലെന്താ, തോറ്റാലെന്താ, SSLC ഇയാൾ എന്താക്കിയാലെന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഖിറം വിജയിക്കണോ, ഇവിടെ സുന്നത്ത് ജമാഅത്തുകാരനാകണം. നിങ്ങളെ SSLC ഇവിടെ തോറ്റാലെന്താ, ജയിച്ചാലെന്താ? പിന്നെ ജയിക്കാണ്ട് നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റാ ദുനിയാവിലോട്ടാകും ഓരോരുത്തർക്കും ഉള്ളത്? ഈ വിദേശത്തെല്ലാം പോകുന്ന ആളുകൾ SSLC സർട്ടിഫിക്കറ്റ്, അതിന് പ്രത്യേകം ഏജൻസി ഉണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് എന്ത് സർട്ടിഫിക്കറ്റ് അവിടെ പൈസ കൊടുത്താൽ കിട്ടാത്തത്? അതുകൊണ്ട് ഇവിടെ ആഹാരം രക്ഷപ്പെടുവോ? നമുക്കത് വിഷയമേ അല്ല. വെറുതെ അത് പറഞ്ഞ് നേരം നോക്കണ്ടയില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളതറിയോ? ഇയാൾ പറയുന്നത് ഇതുവരെയും പറഞ്ഞു വന്നിരുന്നത് ബഹുമാനിച്ചാൽ ഇബാദത്തായി പോവും, ഇബാദത്ത് അള്ളാഹ്ക്കേ പറ്റുള്ളൂ എന്നൊക്കെയാണ്. ഇപ്പൊ പറയുന്നത്, എന്റെ പ്രസംഗമൊക്കെ കഴിഞ്ഞ ദിവസം മൂപ്പര് വന്നിട്ട് പറയുന്നത്,
മാതാപിതാക്കളെ ബഹുമാനിക്കുക, മാതാപിതാക്കളോട് നന്ദി കാണിക്കുക, അത് പടച്ചവന് ചെയ്യുന്ന ഇബാദത്താണ്. മാതാപിതാക്കളോട് ബഹുമാനം കാണിച്ചാൽ പടച്ചവന് ചെയ്യുന്ന ഇബാദത്താണ്. പിന്നെ ആദ്യം നിങ്ങൾ നമ്മളെ പറ്റി പറഞ്ഞാൽ പോരെ, ഔലിയാക്കളോടുള്ള ബഹുമാനവും അമ്പിയാക്കളോടുള്ള ബഹുമാനവും അള്ളാഹുവിന്റെ ഇബാദത്താണ് എന്നങ്ങ് വിശ്വസിച്ചാൽ നമ്മളെ പ്രശ്നം തീർത്തില്ലേ? അതിപ്പോ നിങ്ങളെ കൊണ്ട് ഞാനിവിടെ പറയിപ്പിച്ചു. എന്ത്? മാതാപിതാക്കളോടുള്ള ബഹുമാനവും മാതാപിതാക്കളുടെ നന്ദിയും പടച്ചവനുള്ള ഇബാദത്താണ്. അത് സമ്മതിക്കുന്നതാണ് എനിക്ക് ആക്കാൻ പോകുന്നത്. പൊളിച്ചെഴുത്ത് നടക്കട്ടെ. الشكر للأبوين نوع عبادة ومتمم شكر الإله الهادي من يسخط الأبوين أو ينهرهما فجزاؤه التقرين في الأصفاد. മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കൽ, അവരോട് നന്മ ചെയ്യൽ പരലോകത്ത് വിചാരണ നടക്കുന്ന നാളിലേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടല്ലേ. മാതാപിതാക്കളോട് ശുക്ർ കാണിക്കുന്നത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്. പരലോകത്ത് വെച്ച് അല്ലാഹുവിങ്കൽ നിന്ന് ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. കണ്ടോ, മാതാപിതാക്കളോട് ബഹുമാനം കാണിക്കുന്നത്, നന്ദി ശുക്ർ കാണിക്കുന്നത്, അതൊക്കെ അള്ളാഹുവിന്റെ ഇബാദത്താണ്. ഇതുപോലെ തന്നെ മൗലവിമാരെ, ഔലിയാക്കളോട് ബഹുമാനം കാണിക്കുന്നത്, അമ്പിയാക്കളോട് ബഹുമാനം കാണിക്കുന്നത്, സജ്ജനങ്ങളോട് ബഹുമാനം കാണിക്കുന്നത്, ആലിമീങ്ങളോട് ബഹുമാനം കാണിക്കുന്നത്, തങ്ങന്മാരോട് ബഹുമാനം കാണിക്കുന്നത്, അതൊക്കെ അള്ളാഹുവിന്റെ ഇബാദത്താണ്. ഇതൊക്കെ അംഗീകരിച്ച വിഷയം കഴിഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ കിടന്നിടത്തുനിന്ന് എണീക്കൂലെങ്കിലും നടക്കൂലെങ്കിലും കിടന്ന സ്ഥലത്ത് നിന്ന് പിടക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇനി അടുത്തത് മൗലവി പറയുന്നത്, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓരോന്നോരോന്ന് നാളാകത്ത് വന്നിട്ട് ശരിയാകാണ്. ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ മരിച്ച വീട്ടിൽ നിന്ന് ദ്വാരക്കുമ്പോൾ പരിഹസിക്കുന്നവരല്ലേ ഇവർ? മരിച്ച വീട്ടിൽ നമ്മൾ ദ്വാരക്കുമ്പോൾ കൈ ഉയർത്തുമ്പോൾ കൈ ഉയർത്താത്തവല്ലേ അവരല്ലേ ഇവർ? ഇപ്പോഴിവിടെ വന്നിട്ട് പറയുന്നത് മരിച്ച മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം മക്കളെ. എന്താ കാരണം എന്നറിയോ? ഞാനൊരു ഹദീസോടി, ഇദാ ഹദർതുൽ മരീദാബിൽ മയ്യിത ഫഖൂലു ഖൈറാ. നിങ്ങൾ മരണം ആസന്നമായ രോഗികൾ, ആ രോഗികളെ സമീപത്തോ മരിച്ചവരുടെ സമീപത്തോ എത്തിയാൽ ഖൈറായത് ചൊല്ലണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഖൈറായ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് മരിച്ച മയ്യിത്തിനടുക്കൽ ഖൈറായ ചൊല്ലണം എന്ന് റസൂലുള്ള പറഞ്ഞപ്പോ ഏറ്റവും ഖൈറായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം എന്ന് സാധുവായ ഞാൻ പറഞ്ഞു. കാരണം നമ്മളെ ഇമാമികളെ കിതാബൊന്നും തെളിവ് പറഞ്ഞാൽ ഇവർക്ക് പറ്റൂല. ഹദീസിന്റെ ലഫ്ദ് തന്നെ കിട്ടണമല്ലോ. അവിടെ ഹദീസിന്റെ ലഫ്ദ് തന്നെ ഞാനങ്ങ് പറഞ്ഞു. അപ്പൊ സഹോദരന്മാരെ ചിന്തിക്കണം. മൗലവി പറയുന്ന മുസ്ലിയാര് കട്ടുവെച്ചതാണ്. ഫൈനൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂന. നിങ്ങൾ ചൊല്ലുന്നതിന് മലക്കുകൾ ആമീൻ പറയുമെന്ന് അതിന്റെ ശേഷമുണ്ട്. അത് മുസ്ലിയാര് കട്ടതാണ്. മൗലവി കട്ടതല്ല. അത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. നിങ്ങളത് പറഞ്ഞല്ലോ, അതാ ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഞാനത് വിശദീകരിച്ചു തരാ. ശരിക്കൊന്ന് കേട്ടോ. ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചോ. രണ്ടവസരത്തിലും മുസ്ലിമീങ്ങൾക്ക് രണ്ട് സുന്നത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, ഒരു രോഗിയുടെ സമീപത്ത് ഹാജരാകുമ്പോൾ നമ്മൾ നല്ലതേ പറയാവൂ. കാരണം രോഗിയുടെ സമീപത്ത് വെച്ച് നമ്മൾ പറയുന്ന കാര്യത്തിന് ആമീൻ പറയാൻ മലക്കുകളുമുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. രോഗിയെ സന്ദർശിക്കുമ്പോൾ വെറുതെ അവിടെ കുത്തിരുന്ന് മറ്റു വർത്തമാനം പറഞ്ഞ് പിരിയലല്ല വേണ്ടത്. രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ടോ അല്ലാതെയോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഞാനതിന്റെ ആശയം കൂടുതലായി വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അല്ലാഹുവേ, ഈ രോഗിക്ക് നീ ശിഫ നൽകണം റബ്ബേ. ഒരു വേദനയും ബാക്കിയാകാത്ത നിലക്ക് നീ ആ ദുആ സ്വീകരിച്ചുകൊണ്ട് ഈ രോഗിക്ക് ശമനം നൽകണം റബ്ബേ എന്ന് രോഗിയെ സന്ദർശിക്കുമ്പോ മുസ്ലിമീങ്ങൾ പറയൽ സുന്നത്താണ്. വേറെയും പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ചൊല്ലുമ്പോ മലായിക്കത്തുകൾ പോലും ആമീൻ പറയുന്ന നേരമാണത്. അതുകൊണ്ട് രോഗിയുടെ സമീപത്ത് ചെന്നാൽ നിങ്ങൾ ഖൈറേ പറയാവൂ. അതേ ഹദീസിന്റെ ബാക്കി ഭാഗമാണ് ഇദാ ഹദർതുൽ മരീള അവിൽ മയ്യിത. ഈ മയ്യത്തിന്റെ അടുക്കൽ ചെന്നാലും എന്താ വേണ്ടത്? പ്രാർത്ഥിക്കുക. മയ്യത്തിനെ കാണുമ്പോൾ നമ്മൾ വെറുതെ മയ്യത്ത് കണ്ടു പോരലല്ല സുന്നത്തുള്ളത്. മയ്യത്ത് കണ്ടു പോരലിൽ ഒരു വലിയ പുണ്യമൊന്നുമില്ല സുഹൃത്തുക്കളെ. ജനാസയുടെ അരികിൽ നമ്മൾ ഹാജരാകുമ്പോൾ ചെയ്യേണ്ടത്, അല്ലാഹുവിന്റെ റസൂലതാ
അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ റസൂലുള്ളാഹി അബൂ സലമത്തിന്റെ അരികിലേക്ക് പ്രവേശിച്ചിട്ട് അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി ദുആ ചെയ്ത സംഭവം നമുക്ക് സഹീഹായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങിയിട്ട് കുറെ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് വഫ്സഹ് ലഹു ഫീ ഖബരിഹി വനവ്വിർ ലഹു ഫീഹി, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ നീ പ്രകാശം ചൊരിയണേ, അബൂ സലമത്തിന്റെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ, അബൂ സലമത്തിന് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ മയ്യിത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ഇതല്ലേ റസൂൽ പഠിപ്പിച്ചത്? രോഗിയുടെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം, മയ്യത്തിന്റെ അരികിൽ ഹാജരായാലും ദുആ ചെയ്യണം. കാരണം ആ രണ്ടു നേരത്തും നമുക്ക് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകളുണ്ടേ, നമ്മൾ കാണാത്ത മലക്കുകളുണ്ടേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ രോഗിയുടെയോ മയ്യത്തിന്റെയോ അരികിൽ ഹാജരായാൽ നിങ്ങൾ നല്ലതിനെ ചോദിക്കണേ, നല്ലത് പറയണേ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ആ ഹദീസ് അല്ലേ ബാക്കി ഭാഗം കട്ട് മുറിച്ചിട്ട് നിങ്ങൾ എന്തിന് തെളിവാക്കിയത്? ജനാസയുടെ ഒപ്പം പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തെളിവാണോ? അത് തെളിവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അത് മയ്യത്തിന്റെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനാണ് ഹദീസിൽ പറഞ്ഞതെങ്കിൽ നിങ്ങൾ എന്തേ ഹദീസിന്റെ ആദ്യ ഭാഗം കണക്കിലെടുക്കാത്തത്? ആദ്യ ഭാഗത്ത് ഇദാ ഹലർത്തുമുൽ മയ്യിത്താന്നല്ലോ ആദ്യം പറഞ്ഞത്, ഇദാ ഹലർത്തുമുൽ മരീളാന്നല്ലേ. അപ്പൊ ആദ്യം രോഗിയുടെ അരിക്കലേക്കല്ലേ നിങ്ങൾ പോകേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം. എന്തേ ആരെയും കാണാത്തത് റോട്ടിലൂടെ? ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ കുറേ മൗലവിമാർക്ക് ഇങ്ങനെ പോണ്. എന്തേ? നമ്മളെ കുഞ്ഞമ്മരാജി, ഒരാളെ പേര് പറഞ്ഞതാണ് ഉദാഹരണത്തിന്, നമ്മളെ കുഞ്ഞമ്മരാജി രോഗിയായി കിടക്കുകയാണ്. അതിനെന്തേ? ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പോവുക, ഒറ്റ മൗലിയരും എന്താ പോകാത്ത്? എന്നാ അതല്ല നിങ്ങൾ ഈ ഹദീസ് പോലെ ചെയ്യേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വേണ്ടി പറയുന്നതല്ല, അത് രോഗിയുടെയോ മയ്യത്തിന്റെയോ സമീപത്തെത്തുമ്പോ ദുആ ചെയ്യണം. ഉമ്മമാരെ ദുആ ചെയ്യണം. എന്റെ സഹോദരങ്ങളെ, വെറുതെ രോഗിയെ സന്ദർശിച്ച് വെറുതെ വർത്തമാനം പറഞ്ഞു പോരലല്ല വേണ്ടത്, മയ്യത്ത് സന്ദർശിച്ച് വെറുതെ പോരലല്ല വേണ്ടത്, ദുആ ചെയ്യണേ. ഇത് മുജാഹിദിന്റെ സ്റ്റേജിൽ എന്ന് തന്നെയാ പറയുന്നത്, സംശയിക്കേണ്ട. നിങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാറില്ലേ? മുജാഹിദിന്റെ സ്ഥാപനങ്ങളിലേക്ക് വിടേണ്ട മക്കളെ വിടരുതെന്ന്. കാരണം രോഗിക്ക് വേണ്ടിയോ മരിച്ചവർക്ക് വേണ്ടിയോ ദുആ ചെയ്യാൻ അവർ കൂട്ടാക്കാത്തവരാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പറ്റിക്കാറില്ലേ? ആ ദുഷ്പ്രചരണത്തിന്റെ കടക്കൽ കൂടി ഇതോടുകൂടി കത്തിവെക്കപ്പെട്ടിരിക്കുന്നു. മുജാഹിദിന്റെ ആശയത്തിന് കത്തിവെക്കപ്പെട്ടിരിക്കുന്നു. മരിച്ച മയ്യത്തിന്റെ അടുക്ക പോയി മയ്യത്തും കണ്ടുപോന്നാ പോരാ, ദുആ ചെയ്യണേ എന്ന് മൗലവിയെ കൊണ്ട് നാദാപുരത്തുനിന്ന് പറയിപ്പിച്ചു. ചിലര് ചോദിക്കും, എന്താ ഗണ്ണന പ്രസംഗത്തിന്റെ നേട്ടം? ഗണ്ണനത്തെ പ്രസംഗത്തിന്റെ നേട്ടം ഇങ്ങനെ മൗലവിമാരെ കൊണ്ട് ഏത്തയിരിക്കൽ തന്നെ. ഇനി സഹോദരന്മാരെ, അയാൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയോ? അയാൾ ഗണ്ണനം കേട്ടോ? നിങ്ങൾ ഇദാ ഹലർത്തുൽ മരീളാവിൽ മയ്യിത ഫഖൂലു ഖൈറാ എന്നല്ലേ ഉള്ളത്, അതല്ലേ ഞാൻ ഉദ്ധരിച്ചത്. അതിലയാൾ പറയണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന്റെ തെളിവല്ല, മരിച്ച മയ്യത്തിനടുക്കലെത്തിയാ പ്രാർത്ഥിക്കുന്നതിന് തെളിവാണ്. മൂപ്പരെന്നിട്ടൊരു പ്രാർത്ഥനയും പറയുന്നു, അല്ലാഹുമ്മ അദീബിൽ ബൽസ റബ്ബന്നാസ്. അതൊരു മന്ത്രമാണേ മൗലവി. അതുകൊണ്ട് മൗലവി തന്നെ ഇടക്കങ്ങ് പറഞ്ഞുപോയി, രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥന. മൗലവി പ്രാർത്ഥിക്കുമ്പോൾ കൈ മേൽപോട്ടുയർത്തുകയല്ലേ വേണ്ടത്? അപ്പൊ നിങ്ങളോട് തന്നെ പറഞ്ഞുപോയി, രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട്, രോഗിയുടെ ശരീരത്തിൽ കൈവെക്കുന്നതും ഈ നാവ് കൊണ്ട് മന്ത്രം ചൊല്ലുമ്പോ ഈ കൈക്ക് ബറക്കത്തുള്ളത് കൊണ്ടാണ്. മൗലവി പഠിച്ചു വെച്ചോ, അത് നിങ്ങളെ നാവ് കൊണ്ട് പറയിപ്പിച്ചു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുമ്മ അദ്ഹിബിൽ ബൽസ റബ്ബന്നാസ് ഇശ്ഫി അന്ത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ.
അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മന്ത്രമാണ്. നിങ്ങൾ കേൾക്കാറില്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്? ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മുസ്ലിമല്ലാത്തൊരു യഹൂദിയുടെ നൂല് മന്ത്രിച്ച് കെട്ടിയപ്പോ മഹാനവറുകൾ അത് വലിച്ചെറിയാൻ പറഞ്ഞില്ലേ? കാരണം അദ്ദേഹം ചൊല്ലുന്ന മന്ത്രം ഇസ്ലാമികമല്ല. എന്നിട്ട് മഹാനവറുകൾ ഭാര്യയ്ക്ക് മന്ത്രം പഠിപ്പിച്ചു കൊടുത്തില്ലേ? അല്ലാഹുമ്മ അദ്ഹിബിൽ ബൽസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഈ മന്ത്രമാണ് മൗലവി. അതാ കൈ ശരീരത്തിൽ വെക്കുന്നത് മൗലവി. ഇനിയൊന്ന് പഠിച്ചു വെച്ചോ. മൗലവി പറയുന്നു മലക്കുകൾ ആമീൻ പറയുമേ. ഇവിടെ മരിച്ച മയ്യത്തിനടുക്കൽ വെച്ച് ദുആ ചെയ്യുമ്പോ എന്നാ മൗലവി എന്നിട്ട് നമ്മളോടൊരു ചോദ്യം. എന്താ ചോദ്യം? ജീവിച്ചിരിക്കുന്ന ആള് ഇതാ ഹലത്തുൽ മരീള രോഗിയുടെ അടുക്കൽ ഹാജരായാലും നിങ്ങൾ ഖൈറായത് പ്രാർത്ഥിക്കണമെന്നാണ് ഹദീസിന്റെ മാന എന്ന് പറഞ്ഞല്ലോ. എന്നാ ഞാൻ ചോദിക്കട്ടെ, എന്റെ മുസ്ലിംമാരെന്തേ രോഗിന്റെ അടുത്ത് ദിക്റെല്ലാം പോവാത്തതെന്നാ ചോദിച്ചത്? അതിന് മറുപടി പറയുന്നതിന് മുമ്പ് അങ്ങോട്ടൊരു ചോദ്യം. നമ്മളെ മൗലവിമാരെന്തേ അമ്മദ് ഹാജിക്ക് രോഗമാകുമ്പോ അവിടെ മന്ത്രിക്കാൻ പോകാത്തത്, പ്രാർത്ഥിക്കാൻ പോകാത്തത്? അങ്ങനെ മൗലവിമാര് പോകുന്നത് കാണുന്നില്ലല്ലോ. ഇവിടെയൊക്കെ ധാരാളം ആളുകൾക്ക് രോഗമുണ്ടല്ലോ. മൗലവി പ്രാർത്ഥിക്കാൻ പോകുന്നത് കാണുന്നില്ലല്ലോ. അതിന്റെ മറുപടി ഒന്ന് പറയണേ മൗലവി. ഇനി വിഷയമൊന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു തരാം. അതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വാചകം ഇദാ ഹവർതുൽ മരീള, അൽ മരീദിന്റെ അടുക്കൽ നിങ്ങൾ ഹാജരായാൽ, അൽ മരീദ് എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും മനസ്സിലാക്കി വെച്ചു, അതിൽ മരണം ആസന്നമായ രോഗിയും ഉൾപ്പെടുന്നു. മരണം ആസന്നമായ രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ഫഖൂലു ഖൈറാ, ഏറ്റവും ഖൈറായത് ചൊല്ലിക്കൊടുക്കണം. മരണം ആസന്നമായാൽ രോഗിയാണേ മൗലവി, മയ്യിത്തല്ലേ മൗലവി. മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് ചെന്നാൽ ഫഖൂലു ഖൈറാ, ഖൈറായത് ചൊല്ലണം. ഏറ്റവും ഖൈറായത് ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം ഹാജരായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. അപ്പം മരണം ഹാജരായ രോഗിയുടെ സമീപത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, ഖൈറായത് ചൊല്ലണം. അതിന്റെ മുമ്പിൽത്തത് പേരോടിന് മനസ്സിലാകാഞ്ഞിട്ടല്ലേ മൗലവി? മുമ്പിൽത്തത് മനസ്സിലാക്കിയിട്ടാണേ മൗലവി. അതാ ഞാൻ പറഞ്ഞത്, രോഗമാസന്നമായവരുടെ സമീപത്ത് ചെന്നാൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനും ഈ ഹദീസ് തെളിവ് തന്നെ. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും തെളിവ് തന്നെ. ഇനി ഒന്നുകൂടി പഠിച്ചു വെച്ചോ മൗലവി. ഇദാ ഹദർതുൽ മരീള അവിൽ മയ്യിത, മരിച്ച മയ്യിത്തിനടുക്കൽ എത്തിയാലും ഫഖൂലു ഖൈറാ, നിങ്ങൾ ഖൈറായത് ചൊല്ലണേ. ഏറ്റവും ഖൈറായതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ ജാമിഉ സഗീറിൽ ഒരു റിവായത്ത് കാണും, അക്സിറൂ ഫിൽ ജനാസത്തി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണേ എന്ന് ജാമിഉ സഗീറിൽ ഇമാം സുയൂത്തിയുടെ വേറൊരു റിപ്പോർട്ട് സഹാബത്തിൽ നിന്ന് കാണാം. ഇനിയോ സഹോദരന്മാരെ, ജനാസ എന്ന് പറഞ്ഞാൽ മരിച്ചതാണെന്ന് പറയേണ്ടതുണ്ടോ? ഇനി ഒന്നും കൂടി കേട്ടോ മൗലവി. ഇദാ ഹദർതുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറാ. മരണം ആസന്നമായ രോഗിയുടെ സമീപത്തും മരിച്ച മയ്യത്തിന്റെ സമീപത്തും നിങ്ങൾ ഖൈറായത് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മലക്കുകൾ ആമീൻ ചൊല്ലും കേട്ടോ. മലക്കുകൾ ചൊല്ലുന്നത് ഖൈറായതാണ്, അത് ആമീനാണ്. നിങ്ങളും ചൊല്ലേണ്ടത് ഖൈറായതാണ്, ഖൈറായതാണ്. നിങ്ങൾ ശർറായ വാചകങ്ങൾ പറയരുത്. ലാ തദ്ഉ ഇല്ലാ ബിഖൈർ, ഖൈർ കൊണ്ടല്ലാതെ പ്രാർത്ഥിക്കരുത്. അപ്പൊ മരിച്ച മയ്യിത്തിനടുക്കലും മരണമാസന്നമായവരുടെ അടുക്കലും ഖൈറായത് ചൊല്ലണം, ഖൈറായത് ദുആ ചെയ്യണം. രണ്ടിനും ഈ ഹദീസ് തെളിവാണ്. ഖൈറായത് ചൊല്ലിയിട്ടുള്ള ദുആക്ക് പ്രത്യേകത കൂടുതലാണ്. ദിക്റും ചൊല്ലിയുള്ള ദുആ, ഖുർആനും ഓതിയുള്ള ദുആ,
അതിന് കൂടുതൽ ബഹുമാനമാണ്. അതുകൊണ്ട് രണ്ടും ഉണ്ടാകാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മരണം ഹാജരായ രോഗിയുടെ സമീപത്തെത്തിയാലും മരിച്ചവരുടെ അടുക്കലെത്തിയാലും റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത് ഉദുഉ, നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്നല്ല, ഖൈറായത് ചൊല്ലണേ. ഖൂലൂ ഖൈറാ, ഖൈറായത് ചൊല്ലണേ. ഖൂലൂ ഖൈറാ, പറഞ്ഞതേ ഖൈറായത് ചൊല്ലണേ. ഖൂലൂ ഖൂലൂ, ഖുൽ എന്ന് പറഞ്ഞാൽ ചൊല്ലണം, പറയണം എന്നല്ലേ മൗലവി അർത്ഥം. അപ്പൊ ഖൈറായത് ചൊല്ലണേ, ഖൈറായത് പറയണേ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ് ഫൈനൽ മലായികത യുഅമ്മിനൂന, മലക്കുകൾ ആമീൻ ചൊല്ലും. അപ്പൊ നിങ്ങൾ ഖൈറായത് ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുന്നത്. ഫൈനൽ മലായികത യുഅമ്മിനൂന എന്ന് ശേഷമുള്ളത് കൊണ്ട് ആദ്യത്തെ വാക്കിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തിയിൽ നിന്ന് അതിന്റെ ഉദ്ദേശം കുറഞ്ഞു പോകുകയില്ല. മൗലവിക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നു നമ്മുടെ സക്കരിയ സലാഹിയോട്? സക്കരിയ സലാഹിയല്ലേ ഇടമുട്ടത്തെന്ന് പറഞ്ഞത്? ഇപ്പുറത്തൊന്ന് പറഞ്ഞതുകൊണ്ട് അപ്പുറത്തത് ഇല്ലാതെയാകുമോ? ഇപ്പുറത്തൊന്ന് പറഞ്ഞതുകൊണ്ട് അപ്പുറത്തത് ഇല്ലാതെയാകുമോ എന്ന് സക്കരിയ സലാഹി ചോദിച്ചത് നിങ്ങള് ഇടമുട്ടത്ത് വെച്ച് എന്നോട് ചോദിച്ചില്ലേ? ഞാനും മൗലവിയോട് ചോദിക്കുന്നത് ഫൈനൽ മലായികത യുഅമ്മിനൂന ഇപ്പുറം പറഞ്ഞതുകൊണ്ട് അപ്പുറത്തെ ഖൂലൂ ഖൈറ ഇല്ലാതെയാകുമോ മൗലവി? ഒന്നുകൂടി പഠിച്ചു വെച്ചോ. വൽ മുറാദു ബിഉമൂമിൽ ലഫ്ളി ലാ ബിഖുസൂസിസ് സബബി. എല്ലാ ഉസൂലിന്റെ കിതാബിലും കാണാം ഒരു വാചകത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് അതിന്റെ അർത്ഥത്തിൽ പെട്ടത് തന്നെ. അപ്പൊ ഖൈറായത് ചൊല്ലൂ എന്ന് പറഞ്ഞതിന്റെ വ്യാപ്തിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലും ഉൾപ്പെട്ടു, ഖുർആനോദലും ഉൾപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഖുർആനോദി ദുആ നടത്തണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ദുആ നടത്തണം. എന്നിട്ട് മൗലവി ഇവിടെ ഒരു തട്ടിപ്പ് കാണിച്ചത് കേൾക്കണോ നിങ്ങൾക്ക്? അതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ മൗലവി ഒരു പച്ചക്കള്ളം പറഞ്ഞു. ഇവിടെ നബവി ഇമാം പറഞ്ഞതിന് പോലും മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ മൗനജാത നടത്തണം. എവിടെയാ മൗലവി പറഞ്ഞത്? ഇമാം നബവി പറഞ്ഞത് അങ്ങനെയല്ല. അതുപോലെ ഞാൻ അതിനു മുമ്പ് മറ്റൊന്ന് കാണിക്കുന്നു. മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവായി അവര് തന്നെ പരിചയപ്പെടുന്ന ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യന്റെ ബഹുമാനം ചെറുതല്ല കേട്ടോ. അത് ഞാൻ ശേഷം പറയും. ഇബ്നു തൈമിയ്യ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന്റെ ഫതാവയാണിത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തോട് ഒരു ചോദ്യമാണ്. അമ്മൻ ഹല്ലല 70,000 മർറ, 70,000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഒരാൾ വാഹിദാഹുൽ മയ്യിത്തി, എന്റെ മയ്യിത്തിന് ഹദിയ ചെയ്തു, യകൂനു ബറാഅത്തൻ ലിൽ മയ്യിത്തി മിനന്നാർ, അത് നരകത്തിൽ നിന്ന് മയ്യിത്തിന് ഒരു മോചനമാകും. 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഹദീസുൻ സഹീഹുൻ അം ലാ, ഇത് സഹീഹായ ഹദീസാണോ അല്ലേ? വൈദാ ഹല്ലൽ ഇൻസാനു, മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ വാഹിദാഹു ലിൽ മയ്യിത്തി, എന്റെ മയ്യിത്തിന് ഹദിയ ചെയ്താൽ യസ്ലു ഇലൈഹി സവാബുഹു അം ലാ, അതിന്റെ കൂലി മയ്യിത്തിന് ചേരുമോ ഇല്ലേ? ഇബ്നു തൈമിയ്യയോടാണ് ചോദ്യം. ഇബ്നു തൈമിയ്യന്റെ മറുപടി ഫഅജാബ, ഇബ്നു തൈമിയ്യന്റെ മറുപടി ഇദാ ഹല്ലൽ ഇൻസാനു ഹകദാ, ഇപ്രകാരം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 മർറ, അതെ 70,000 പ്രാവശ്യം ചൊല്ലിയാൽ, ഔ അഖല്ല, അല്ലെങ്കിൽ 70,000-ൽ കുറച്ച് ചൊല്ലിയാൽ, ഔ അക്തറ, അല്ലെങ്കിൽ 70,000-ൽ അധികം ചൊല്ലിയാൽ, വഉഹദിയത്തി ഇലൈഹി, എന്നിട്ടത് മയ്യിത്തിന്റെ പേരിൽ ഹദിയ ചെയ്യപ്പെട്ടാൽ, നഫഅഹുല്ലാഹു ബിദാലിക, അതുകൊണ്ട് മയ്യിത്തിന് ഫലം അല്ലാഹ് കൊടുക്കും കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഹദിയ ചെയ്താൽ മയ്യിത്തിന് ഫലം അല്ലാഹ് കൊടുക്കും കേട്ടോ. വലൈസ ഹദാ ഹദീസൻ സഹീഹൻ വലാ ദഈഫൻ, ഇത് സഹീഹോ ദഈഫോ ആയ ഹദീസല്ല, ഇത് മത നിയമമാണ്. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ്യ. ഓ മൗലവി, നിങ്ങളെ ഇബ്നു തൈമിയ്യ ഹദീസ് കാണാത്ത ആളാണോ? യുഅമ്മിനുൽ മലായികത്തു യുഅമ്മിനൂന എന്നത് കാണാത്ത ആളാണോ? അദ്ദേഹം വിവരം കെട്ടവനാണോ? എന്നാൽ നിങ്ങളുടെ പത്രമായ വിചിന്തനമാണ് ഇനി വായിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഖുർആനും ഹദീസും പോലെ, ഖുർആനും ഹദീസും പോലെയാണ് ഇബ്നു തൈമിയ്യയുടെ വാചകം. എന്താ പറഞ്ഞു കേട്ടോ? ഖുർആനും ഹദീസും തള്ളുന്നതും
ഇബ്നു തൈമിയ്യയും ഇബ്നു അബ്ദുൽ വഹാബിനെ തള്ളുന്നതും ഒരുപോലെയാണ്. പൗരോഹിത്യം അത് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്ന വിചിന്തനം, മുജാഹിദിന്റെ പത്രം 2005 ഫെബ്രുവരി 25. നോക്കോ, വിചിന്തനം. ഇബ്നു തൈമിയ്യയുടെയും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയം വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ അല്ലാഹുവിന്റെ തുല്യനാണ് ഇബ്നു തൈമിയ്യ, അല്ലാഹുവിന്റെ കലാം പോലെയാണ് ഇബ്നു തൈമിയ്യയുടെ വാചകം എന്ന് വിശ്വസിക്കുന്ന മുജാഹിദേ, പൗരോഹിത്യമല്ലേ ഇത്? ഖുർആനിന് തുല്യമായൊരു പണ്ഡിതന്റെ വാചകമുണ്ടോ? ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിലാണ് മുജാഹിദേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന്റെ മഹത്വം പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞങ്ങളെ ശാഫിഈ മദ്ഹബിലെ ഇമാമായ ഇമാം നവവിയെ കുറിച്ച് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞില്ലേ? നവവി ഇമാം മൗനജാത് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇമാം നവവിയുടെ അധികാർ നിങ്ങൾ കിട്ടുവെച്ച വാചകമാണ് ഞാൻ ആ സ്ക്രീനിൽ കാണിക്കുന്നത്. എടുത്തു നോക്കൂ, എന്താണ് ഇമാം നവവി പറഞ്ഞത്? ബാബു മാ യഖൂലുൽ മശീ മഅൽ ജനാ, മയ്യത്തിന്റെ കൂടെ നടന്നു പോകുന്നവൻ ചൊല്ലേണ്ടതിൽ പറയുന്ന അധ്യായം. മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ചൊല്ലണ്ടെന്നല്ല, മയ്യത്തിന്റെ കൂടെ പോകുന്നവൻ ചൊല്ലേണ്ടതിൽ പറയുന്ന അധ്യായം. ഇമാം തങ്ങൾ പറഞ്ഞു യുസ്തഹബ്ബു ലഹു, മയ്യത്തിന്റെ കൂടെ പോകുന്നവന് സുന്നത്താക്കപ്പെടും അയ്യകൂന മുസ്തഖിലൻ ബിദിക്രില്ലാഹി തആലാ, അവൻ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയാകൽ സുന്നത്താക്കപ്പെടും. ജനങ്ങളെ, ഈ സുന്നത്ത് ഞങ്ങളെ നാടുകളിലൊക്കെ നടക്കുമ്പോ അത് മൗനജാതയാക്കാൻ വേണ്ടി നിങ്ങൾ നവവി ഇമാമിന്റെ പേരിൽ ഇബാറത്ത് കട്ടുവെച്ചില്ലേ മൗലവി? നിങ്ങൾ എന്തേ ഇബാറത്ത് വായിക്കാതെ പോയത്? എന്നിട്ട് ഇമാം നവവി അതിന്റെ ശേഷം പറയുന്ന ഒരു വാചകമുണ്ട്, വഅലം അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹു അസ്കൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസതി, ജനാസന്റെ കൂടെ പോകുമ്പോൾ സുകൂത്താണ് സലഫു സാലിഹീകളെ പതിവ്. സുകൂത്ത് എന്ന് പറഞ്ഞാൽ മൗലവിന്റെ അർത്ഥം മിണ്ടാതിരിക്കൽ എന്നാണ്. നവവി ഇമാം അതിനർത്ഥം പറയുന്നതോ ഫലാ യുർഫഉ സൗത്തുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക. ഞാൻ സുകൂത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ചൊല്ലാതിരിക്കലല്ല, മറിച്ച് അമിതമായി ശബ്ദമുയർത്തരുത് എന്നാണ്. ബാങ്ക് കൊടുക്കും പോലത്തെ ശബ്ദം വേണ്ട, തക്ബീർ ചൊല്ലും പോലത്തെ ശബ്ദം വേണ്ട, ദിക്ർ ചൊല്ലിപ്പോകണമെന്നാണ് ഇമാം നവവി പറഞ്ഞത്. പക്ഷേ പല യുർഫഉ സൗത്തുൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ വിവരണവും ആദ്യം ദിക്ർ ചൊല്ലിപ്പോകണം എന്ന് പറഞ്ഞതും എന്താണ് ചൊല്ലേണ്ടതെന്ന അധ്യായം പറഞ്ഞതും ഈ ഭാഗങ്ങൾ കാട്ടുവെച്ചിട്ടല്ലേ മൗലവി? നിങ്ങൾ ഈ നാദാപുരത്ത് 4 ദിവസത്തെ പ്രസംഗത്തിൽ എന്റെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ കുടുംബങ്ങളും നാട്ടുകാരും നരകത്തിൽ കിടക്കരുതെന്നതിന് എനിക്ക് നിർബന്ധമുണ്ട് മൗലവി. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഞാനൊരു സ്ഥലത്ത് തലവേദനയായി കിടന്നാൽ, അല്ലെങ്കിൽ ഞാനൊരു ഭാഗത്ത് മരിച്ചു കിടന്നാൽ, എന്റെ വീട്ടിൽ വരേണ്ടവരും എനിക്ക് മയ്യിത്ത് സ്കരിക്കേണ്ടതും എന്റെ ഈ നാട്ടുകാരാണ്. അവരെ നിങ്ങൾ പിഴപ്പിക്കാൻ വേണ്ടി ഷാർജയിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും വന്നാൽ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഓരോ കളവുകളും പിടിച്ച് എന്റെ നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും മുന്നിൽ കാണിക്കാതെ ഞാൻ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, മൗലൈമാരെ തട്ടിപ്പുകൾക്കുള്ളോ നിങ്ങൾക്ക്? തുഹഫയിലുണ്ട് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ദിക്ർ ചൊല്ലണം ദാക്കിറൻ ബിലിസാനിഹി സിറൻ, നാവ് കൊണ്ട് പതുക്കെ ദിക്ർ ചൊല്ലി പോകണം മയ്യിത്തിന്റെ കൂടെ. അതിന് ഒരു മൗലവി അർത്ഥം വെച്ച് കേൾക്കണോ? കേട്ടോളൂ, ദിക്ർ ചൊല്ലിപ്പോന്ന് പേടിച്ചിട്ട് അർത്ഥം വെച്ചത് നാവ് കൊണ്ട് പതുക്കെ ഓർക്കാം എന്നാ അർത്ഥം വെച്ചത്. നാവ് കൊണ്ട് ഓർക്കാം. ഇവര് എല്ലാവരും 2 മുജാഹിദ് ഒന്നായിട്ടുള്ള കാലത്ത് ഇറക്കിയ ബുക്കാണ് ഏത്? ഷാഫിഈ മദ്ഹബ്. ഇവർക്ക് ഷാഫി മദ്ഹബോ? ഷാഫി മദ്ഹബ് അത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. എഴുതി കേട്ടോ നിങ്ങൾ. അതിനാൽ അവൻ മിണ്ടാതിരിക്കണം. മരണത്തെയും ദുനിയാവിന്റെ ക്ഷണികതയും മറ്റും ഓർക്കുക. നാവ് കൊണ്ട് രഹസ്യമായി ഓർക്കാ ശബ്ദിക്കരുത്.
നാവ് കൊണ്ട് രഹസ്യമായിട്ട് ഓർക്കുക, നാവ് കൊണ്ട് ഓർക്കുക, മുട്ടോണ്ട് മൂത്രമൊഴിക്കുക. മുജാഹിദിന്റെ പരിപാടിയാണ്. നാവ് കൊണ്ട് ദിക്റ് ചൊല്ലണോന്നാ മൗലവി. അവിടെ മൂപ്പര് പറഞ്ഞ അർത്ഥം നാവ് കൊണ്ട് ഓർക്കാൻ. ഇവരൊരു തട്ടിപ്പ് നോക്ക് നിങ്ങൾ, സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടി ബുക്ക് എഴുതിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട്. ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കേണ്ടത് വേറൊരു വിഷയമാണ്. സുല്ലമിയുടെ ബുക്കാണിപ്പം വായിച്ചത്. ഇനി മൗലവി പറയുന്നു ദിക്റ്, അതേ മരിച്ച മയ്യത്തിന് വേണ്ടി ദുആർക്കണം, പിന്നെ അതെല്ലാം വേണോ. പക്ഷേ ദ്വാർക്കൽ കഴിഞ്ഞിട്ട് പൈസ കൂലി വാങ്ങരുത്, ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങരുത്, ദിക്ർ ചൊല്ലിയിട്ട് കൂലി വാങ്ങരുത്. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് മൗലവിന്റെ വകയിൽ. അതിന്റെ രസം കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞുതരാം. ഈ കൊയിലാണ്ടി താലൂക്കിൽ ഒരാൾ മരിച്ചു. അയാൾക്ക് ഈ മക്കൾ സുന്നിയുണ്ട്, മുജാഹിദ്. ഞാൻ പോയി വെച്ചപ്പോ അയാൾ സുന്നിയാണ്. അങ്ങനെ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമത്ത് സുന്നി മുസ്ലിയാണ്. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്നും അടങ്ങി വീട്ടിൽ പോയി. വീട്ടിൽ 2 കുട്ടികൾ ഖുർആൻ ഓതാൻ വേണ്ടി 2 മുതഅല്ലിമീങ്ങളെയും വിളിച്ചിട്ടുണ്ട്. വീട്ടുകാരന് ഓരോരുത്തർ കണ്ണോക്കിന് വരുമ്പോ കൈ കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും അവരിരുത്തുകയും അവർക്ക് വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യല്ലോ. അതുപോലെ ഓരോരുത്തർ ഒന്നുകാർക്ക് മാമിയും പറയണ്ടേ. അപ്പൊ ഖുർആൻ ഓതാനിരുന്നാൽ വീട്ടുകാരന് ഖുർആൻ ഓതാനിരുന്നാൽ അത് കണ്ടിന്യൂ ആയിട്ട് ഓതിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ഓതാൻ വേണ്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്തിന്റെ അടുക്കലൊക്കെ 6-7 ദിവസത്തോളം ഖുർആൻ ഓതിയത് ചരിത്രത്തിൽ ഉണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ഖുർആൻ ഓതാൻ വേണ്ടി 2 മുതഅല്ലിമീങ്ങളെ വിളിച്ചു. അപ്പൊ മൗലവിമാർ, മൂത്ത 2 ജ്യേഷ്ഠന്മാർ മൗലവിമാർ, മൗലവി പറഞ്ഞു ഇവിടെ ഖുർആൻ ഓതാൻ പറ്റൂല, ഇവിടെ ഖുർആൻ ഓതാൻ പറ്റൂല. അപ്പൊ ചെറുപ്പക്കാർ കുട്ടികൾ അനുജന്മാര് പറഞ്ഞു ഇവിടെ ഖുർആൻ ഓതും, ബാപ്പന്റെ വീട്ടിൽ ഖുർആൻ ഓതും. അങ്ങനെ പ്രശ്നമായി. ആകെ മുജാഹിദ് വന്നാൽ എവിടെയും മരിച്ച വീട്ടിലും പ്രശ്നം തന്നെയല്ലേ. പള്ളിയിലും പ്രശ്നമോ, നാട്ടിലും പ്രശ്നമോ, മറ്റു വീട്ടിലും പ്രശ്നമോ, എല്ലാ സ്ഥലത്തും പ്രശ്നമല്ലേ. ബാപ്പ മരിച്ചപ്പോൾ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും തമ്മിൽ പ്രശ്നം. ബഹളായപ്പോ ഉമ്മ, ഇരിക്കുന്ന ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. മുജാഹിദ് ഉണ്ടായാലുണ്ടാകുന്ന ഗതികേടാ ഞാൻ പറയും. ഉമ്മ ഇറങ്ങി വന്നു. ഉമ്മ ഇറങ്ങി വന്നിട്ട് ബാപ്പന്റെ വീട്ടിൽ ഖുർആൻ ഓതുകയും വേറെയൊക്കെ വേണം, ഇവിടെ ആരും പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പൊ പിന്നെ മൗലവിമാരടങ്ങി ഖുർആൻ ഓതാൻ മുതഅല്ലിമീങ്ങൾ ഇരിക്കുമ്പോ ഒരു അത് വേണ്ട, വാടകയ്ക്ക് ഓതണ്ട പറഞ്ഞ വാചകം ശ്രദ്ധിക്കണം. വാടകയ്ക്ക് ഓതണ്ട, നിങ്ങളോട് ചോദിക്കോ വാടകയ്ക്ക് ഓതണ്ട. നിങ്ങൾ നോക്കി ഇതിന്റെ ധിക്കാരം. ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം, പറയാൻ മനസ്സിലാക്കുന്നേ ഉള്ളൂ. വാടകയ്ക്ക് ഓതണ്ട. പക്ഷേ ഇവര് വിട്ടില്ല, ഓതി. ഇനി ഞാൻ ആ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയട്ടെ. ഈ കല്ലാച്ചിയിൽ ഒരാൾ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ നോക്കുമ്പോ ഒരു മുജാഹിദ് കുടുംബത്തിൽ അവന് ഖുർആൻ ഓതണ്ട. അപ്പൊ നമ്മൾ നാട്ടുകാരൻ ഒരു അഹമ്മദ് ഹാജി എന്താ പോലെ ഖുർആൻ ഓതണ്ടെന്ന് പറയും. അത് ഖുർആൻ ഓതിയിട്ട് മരിച്ചാക്ക് ഫലമില്ല. ഈ അഹമ്മദ് ഹാജി ചോദിച്ചു, ഓതുന്ന ആൾക്ക് ഫലം കിട്ടൂലേ? ഓതുന്ന ആൾക്ക് ഫലം കിട്ടൂലേ? കിട്ടും. പിന്നെ എന്തിനാ നീ എതിർക്കുന്നു ചോദിച്ചാൽ? ഓതുന്ന ആൾക്ക് ഫലം കിട്ടുമല്ലോ, പിന്നെ എന്തിനാ നീ എതിർക്കുന്നത് ചോദിച്ചു. അപ്പൊ പിന്നെ അണ്ടി പോയ അണ്ണാനെ പോലെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇയാളെ കണ്ടോ പറഞ്ഞത് വാടക കോതണ്ടാണ്. കേട്ടോക്കെ നല്ല രസമില്ലേ? വാടക കോതണ്ട. എന്നാ ഞാൻ ചോദിച്ചു, ഈ മൗലവിക്ക് എന്താ ജോലി? അപ്പൊ നോക്കുമ്പോ ഈ മൗലവി വാടകക്ക് നിസ്കരിക്കുന്ന ആളാണ്. ഒരു പള്ളിയിലെ ഇമാമാണ്, ഒരു പള്ളിയിലെ മുജാഹിദ് പള്ളിയിലെ ഇമാമാണ്. അയാൾ മാസത്തിൽ ശമ്പളം വാടക വാങ്ങുന്നത് നിസ്കരിച്ചിട്ടേ. അപ്പൊ നിസ്കരിച്ചിട്ട് ഓരോ മാസത്തിലും നിസ്കാരത്തിന് വാടക വാങ്ങുന്ന മൗലവിയാണ് മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതിയിട്ട് വാടക വാങ്ങണ്ട എന്ന് പറയും. മൗലവി നിസ്കാരത്തിന് വാടക വാങ്ങാമോ? മൗലവിമാര് പറയുന്നു പൈസക്ക് ഖുർആൻ ഓതരുത്, പൈസക്ക് ഖുർആൻ ഓതാന്നുള്ളതിന് തെളിവുണ്ടോ? ഞാൻ ചോദിക്കുന്ന പൈസക്ക് നിസ്കരിക്കാന്നുള്ളതിന് തെളിവുണ്ടോ മൗലവി? നിങ്ങളെ മൗലവിമാർക്ക് ശമ്പളമില്ലേ? നിസ്കരിച്ചതിന്റെ ശമ്പളമാണ് അള്ളാനോട് വാങ്ങല്ലാതെ, ഇമാമത്തുന്നതിന്റെ കൂലി അള്ളാനോട് വാങ്ങല്ലാതെ, ബാങ്കൊട്ടിന്റെ കൂലി അള്ളാനോട് വാങ്ങല്ലാതെ. മുജാഹിദേ, നിങ്ങൾ ഇവിടെ ഇരില്ലേ ഒരു പള്ളി എന്ന പേരിൽ ആളുകളെ പറ്റിക്കാൻ ഒരു കേന്ദ്രം? ഞാൻ ചോദിക്കുന്നു, അവിടെ ബാങ്ക് കൊടുക്കുന്ന ശമ്പളമില്ലേ? റസൂലുള്ള ശമ്പളം പറ്റിയിട്ടുണ്ടോ? സഹാബത്ത് ശമ്പളം പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞ് നബിയും സഹാബത്തും കൂലിക്ക് ഖുർആൻ ഓതിയിട്ടില്ല എന്നാ അറിയാൻ പിന്നെ കേൾപ്പിക്കാൻ പോകുന്നുണ്ട്. എന്നാ നിങ്ങളോട് ചോദിക്കുന്നു, നബിയും സഹാബത്തും ശമ്പളത്തിന് ഇമാമത്ത് നിന്നിട്ടുണ്ടോ? ശമ്പളത്തിന് ഖുത്ബ ഓതിയിട്ടുണ്ടോ? ശമ്പളത്തിന് ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അത് ഹലാല്, അതേ നുറുക്ക് ഹലാല്, നുറുക്ക് ഹറാമ്, ചാറ് ഹലാല്. എന്തേ മൗലവിമാരെ ഇതിന്റെ മറുപടി പറയണം നിങ്ങൾ.
ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നറിയോ, ഈ സെലഫി മൗലവി ഇവിടെ വന്നിട്ട് ചോദിക്കുന്ന കൂലി വാങ്ങിയോ? മന്ത്രിക്കുന്നതിന് മൂപ്പർ അനുകൂലമാണ് പോൽ. ഞാൻ മന്ത്രിച്ചേരാ, അത് ഞാൻ പറയും വിശേഷം വരുന്നുണ്ട്. കൂലി വാങ്ങിയോ മൂപ്പര ചോദ്യം. അതൊന്നും ആദ്യം ചോദിക്കട്ടെ, ഈ കൂലി വാങ്ങുന്ന ഞാൻ കാണിച്ചു തരാം. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സഹാബത്ത് അങ്ങനെ ഓതി കൂലി വാങ്ങിയോ? അതല്ലേ നിങ്ങൾ കാണേണ്ടത്. അങ്ങനെ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഖബറിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. ഖബറിന്റെ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇതല്ലേ ചോദിച്ചത്. എന്നാ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന അറിയോ, 12 കൊല്ലമായി ഷാർജയിലെ പള്ളിയിൽ ഖുത്ബയും നിസ്കാരവും നടത്തിയിട്ട് കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ മൗലവി. അള്ളാന്റെ റസൂൽ ഖുത്ബ ഓതിയിട്ട് കൂലി വാങ്ങിയോ? ഇമാമത്തിട്ട് കൂലി വാങ്ങിയോ? അത് 12 കൊല്ലായി ഞാൻ ഷാർജയെന്ന് പച്ച മലയാളത്തിൽ പ്രസംഗിക്കുന്നു, ഖുത്ബ ഓതുന്നു ഔഖാഫിന്റെ കീഴില്. എന്നിട്ട് മൂപ്പര് പറയാ 12 കൊല്ലായിട്ട് ഷാർജയിൽ ഖുത്ബ മലയാളത്തിലാണ്, അപ്പൊ ഖുത്ബ മലയാളത്തിലാക്കി കൂടെ? തെളിവ് 12 കൊല്ലാണ് കൈവശാവകാശത്തിന് വേണ്ടി. 12 കൊല്ലം കൈവശം ശരിയാകുക, അത് ഈ റവന്യൂ നിയമം. അപ്പൊ 12 കൊല്ലായില്ല ഞാൻ ഷാർജയിൽ മലയാളത്തിൽ ഓതുന്നു, പിന്നെന്താ മലയാളത്തിൽ ഓതിയാൽ മൂപ്പര ചോദ്യം. എന്നാ ഞാൻ ചോദിക്കുന്നത്, ഈ 12 കൊല്ലം ഖുത്ബയും നിസ്കാരം നടത്തിയിട്ട് ഈ സെലഫി ശമ്പളം വാങ്ങിയില്ലേ? അള്ളാന്റെ റസൂല് കൂലി വാങ്ങിയോ? സഹാബത്ത് കൂലി വാങ്ങിയോ? അതാ ചോദിക്കാനുള്ളത്. പറയട്ടെ. 12 വർഷമായി ഷാർജയിലെ ഖാലിദ് സുൽത്താൻ എന്ന മസ്ജിദിൽ ഉണ്ടറിന്റെ മുകളിൽ നിന്ന് തങ്ങി ആൾക്കാർ ഒരു താഴത്തുനിന്ന് 4 വർത്താനം പറയുമ്പോൾ മലയാളത്തിൽ അല്ല എനിക്ക് വന്നു നോക്കി. 12 കൊല്ലമായി അല്ലാഹുവിന്റെ റസൂലിനോടുകൂടി ഷാർജയിലെ ഖാലിദ് സുൽത്താൻ എന്ന മസ്ജിദിൽ അവിടുത്തെ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഈ ഉള്ളവൻ പുസ്തകം നടത്തിക്കൊണ്ടിരിക്കുന്നു. മാതൃഭാഷയിലെ അവസ്ഥ എവിടെയില്ല, ഷാർജയിലുണ്ട്, ദുബായിലുണ്ട്. മാതൃഭാഷയിലാ ഖുത്ബ 12 കൊല്ലായി നടത്തും. തെളിവായിട്ട് പറഞ്ഞ നിന്നെ ഖുത്ബ മലയാളത്തിലാക്കുന്നതിന്റെ തെളിവായി അയാൾ 12 കൊല്ലായി നടത്തുന്നത് തെളിവാണ്. നബിയാണോ ഈ സെലഫി? സഹാബിയാണോ ഈ സെലഫി? സെലഫി നിങ്ങൾ 12 കൊല്ലം ഖുത്ബ മലയാളത്തിലാക്കിയ ഇസ്ലാമ് തെളിവാവോ? ഇവിടെ 2 കാര്യമാണ്. ഒന്ന്, ഇയാൾ അവിടെ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നു, ജോലിയെടുത്ത് ശമ്പളം വാങ്ങുന്നു. അങ്ങനെ ഇബാദത്തെടുത്ത് കൂലി വാങ്ങുന്ന വാടകക്ക് ഇബാദത്തെടുക്കുന്ന മൗലവി, മാസത്തിൽ ശമ്പളം വാങ്ങുന്ന മൗലവി. ഇത് പറയുമ്പോ മുസ്ലിംമാർക്കാർക്കും വിഷമില്ല. കാരണം ഞങ്ങൾ ഓതിയിട്ടും കൂലി വാങ്ങാന്ന് പറയുന്നവരാണ്. ഇവർക്ക് ഓതിയിട്ട് കൂലി വാങ്ങിക്കൂടാന്നാണ്. മൗലവി ജുമാനത്തിന് ഫാത്തിഹ ഓതാറില്ലേ? അതിന്റെ കൂലിയല്ലേ മാസത്തിൽ വാങ്ങുന്നത്? ഫാത്തിഹ ഖുർആനല്ലേ? തസ്ബീഹ് ഖുർആനല്ലേ? യാസീൻ ഖുർആനല്ലേ? അത് നിസ്കാരത്തിൽ ഓതിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് ദിക്ർ ചൊല്ലിയിട്ടല്ലേ കൂലി വാങ്ങുന്നത്? ഈ പള്ളിയിൽ നിന്ന് ജോലിയെടുത്ത് കൂലി വാങ്ങുന്ന നിങ്ങൾ എങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് കൂലി വാങ്ങിക്കൂടാ? അതുപോലെ ഖുർആൻ ഒരു കൂലി വാങ്ങിക്കൂടാ എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ സ്വന്തം കാര്യം ചിന്തിച്ചിട്ടില്ലേ? പിന്നെ മൂപ്പര് പറഞ്ഞെന്താ 12 കൊല്ലായി എന്നുള്ളതാ തെളിവ്. എന്നാ നിങ്ങൾക്ക് രസിക്കണോ? ഇനി അയാൾ പറയാൻ പോകുന്നത് 200ഓളം കൊല്ലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാറത്തിന്റെ മുകളിൽ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്ന പദ്യം എഴുതി വെച്ചിട്ട്, അതുകൊണ്ട് മൂപ്പര് പറയാ അത് 200 കൊല്ലം ആയിട്ടുണ്ടോ? അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്ന് തുടങ്ങുന്ന പദ്യമുണ്ട്. റസൂലുള്ളാഹിനെ വിളിച്ച് ചോദിക്കുന്ന പദ്യം, മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ ഇസ്തിഗാസയുടെ പദ്യം. അത് തെളിവുദ്ധരിക്കുന്ന ഞങ്ങളെ കുറ്റം പറ്റി മൂപ്പര് പറയാണ്, ഇത് നബി ചൊല്ലിയതാണോ സഹാബി ചൊല്ലിയാണോ? ഒരു 200ഓളം കൊല്ലം മുമ്പ് ഒരു കാക്ക ചൊല്ലിയതല്ലേ? 12 കൊല്ലം മൗലവി ചെയ്താൽ തെളിവ്. 200 കൊല്ലം മദീനത്തെ പള്ളിന്റെ ചുമരുമ്മൽ മഹാന്മാരെ എഴുതി വെച്ചാൽ കാക്ക. ഇതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ചൊല്ലാനുള്ള പത്രങ്ങളിൽ അതാ പോയി നോക്കുന്നതിനെ നിങ്ങൾ പറയണം. 2 ആഴ്ച കൊണ്ട് അവിടെ ഉണ്ടായിരുന്നത്, 2 ആഴ്ച കൊണ്ട് ഞാൻ മദീന പോയത് കണ്ടു. എന്താ കണ്ടത്? അവിടെ എഴുതിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ഇവരുടെ കള്ള ചാരത്തിന്റെ ഫോട്ടോ കൊണ്ട് കിടക്കുന്നു. എന്താ വലിയൊരു ചാരം, വലിയൊരു ചാരത്തിന്റെ മേലെ പച്ചപ്പട്ടും ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ, അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ള ചാരമാണ് സുഹൃത്തുക്കളെ. തന്നെ ഇവർ റസൂലുള്ളാഹിയുടെ ഖബറ് മകൻ കാണാൻ കഴിയൂല. അതിന് പോയിട്ടുള്ള ആളുകൾക്കറിയാം. ഇവര് പറയുന്നത് അവിടെ പോയി നോക്കുന്ന മുജാഹിദുകൾ കാണാത്ത പദ്യങ്ങൾ, സഹാബിമാര് ചൊല്ലിയ പദ്യങ്ങളാണ്. എന്താ ചൊല്ലിയത്?
വെച്ചിരിക്കുന്നു. ഇതാരാ എഴുതിയത് ചങ്ങാതിയെ? ഇതാരെ സഹായമാരിയല്ലേ പദ്യാണോ? ഇതാരിക്കാരിയ പദ്യ കേട്ടോ? ഹിജറ 1191. ഇതിപ്പോ ഹിജറ 1426 ഹിജറ 1191 സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ ഇബ്നു സുൽത്താൻ അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ ഈ കവിതയുടെ മഹത്വം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന് മുകളിൽ ഇത് കൊത്തിവെക്കപ്പെട്ടു. ഇപ്പോൾ ഇതിൽ റബ്ബുൽ ജമാലി എന്ന് തുടങ്ങുന്ന വഴിയല്ലാത്ത മിക്കതും മായ്ക്കപ്പെട്ടുപോയി. ഇത് റസൂലുള്ളാഹിക്ക് പരിചയമില്ല, സഹാബത്തിന് പരിചയമില്ല, താബീഈങ്ങൾക്ക് പരിചയമില്ല, ഇമാമുകൾക്ക് പരിചയമില്ല. ലോകത്തെ 1000 ചില്ലാനും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് 100-200 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് ഏതോ കാക്കമാരി എഴുതിയുണ്ടാക്കിയ പദ്യങ്ങൾ അവിടെ ഹറമിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ മുജാഹിദുകളോട് റസൂലുള്ളാഹിനെ എഴുതിയാർക്കുന്ന പദ്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാൻ നോക്കുകയാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വ്യക്തനിഷ്ഠതയാണ്. അത് സ്വഹാബത്ത് അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിൽക്കാലത്ത് നിങ്ങൾ അവിടെ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയെന്നത് ഇസ്ലാം ദീനിൽ തെളിവല്ല. മദീനത്തെ ഹറമില് 1191 അന്നുള്ള ആലിമീങ്ങൾ മുതൽക്ക് ഇന്ന് വരെയുള്ള സർവ്വ ആലിമീങ്ങളെയും അംഗീകാരത്തോടെ ബഹുമാനാദരവോടെ മഹത്വം കൊണ്ടാണ് അയാൾ എന്നെ പറഞ്ഞല്ലോ, ആ ബൈത്തിന്റെ മഹത്വം കൊണ്ടാണ് എഴുതി വെച്ചത്. അങ്ങനെ എഴുതി വെച്ച പദ്യം 1191. ഞാൻ പറഞ്ഞത് 200-ലധികം കൊല്ലമായി അവിടെ എഴുതി വെച്ചിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു ബാസും അതുപോലെ തന്നെ ഉസൈമീനും നിങ്ങളെ മുഴുവൻ നേതാക്കന്മാരെന്ന് നിങ്ങൾ പറയുന്ന മുഴുവൻ ആളുകളും അവരെല്ലാം ഉണ്ടായിട്ട്, അല്ലെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ശേഷമാണെങ്കിൽ അതിന്റെ ശേഷമുള്ള നിങ്ങളെ മുഴുവൻ മൗലവിമാരും ഉണ്ടായിട്ട്, മുഴുവൻ നേതാക്കന്മാരും ഉണ്ടായിട്ട് ഇപ്പോഴും ആ പദ്യം മദീനത്തെ പള്ളിന്റെ ചുമരുമ്മൽ ഇല്ലാതെ നിങ്ങൾ പറയുന്നില്ല. അതിന്റെ കുറെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് കൈപോലെ മാറ്റിയിട്ടുണ്ട്, എന്നാലും കുറെ മാറ്റാതെ അവിടെ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള പദ്യം 200ഓളം കൊല്ലമേ ആയിട്ടുള്ളൂ. നബി ചൊല്ലിയതല്ല, സഹാബികൾ ചൊല്ലിയതല്ല, അത് കാക്കമാര് പിന്നെ എഴുതി വെച്ചതാണ്. ഈ കാക്കാമാർക്ക് എഴുതി വെക്കാനുള്ള പള്ളിയാണോ മദീനത്തെ പള്ളി? കാക്കാമാർ എഴുതി വെക്കുന്ന പള്ളിയാണോ മദീനത്തെ പള്ളി? ഇനി മൗലവി ചോദിക്കട്ടെ, 200ഓളം കൊല്ലമായി മദീനത്തെ ഹറമിൽ എഴുതി വെച്ചത് തെളിവല്ല എന്ന് പറയുന്ന നിങ്ങൾ അതിന്റെ 1 മിനിറ്റ് മുമ്പയല്ലേ പറഞ്ഞത്? 12 കൊല്ലമായി ഷാർജയിൽ ഞാൻ ഇതാ മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്നു, അതുകൊണ്ട് മലയാളത്തിൽ ഖുതുബ ഓതാമെന്നതിന് 12 കൊല്ലം സെലഫി ചെയ്താൽ തെളിവ്, അത് ഷാർജയിലെ പള്ളി ചെയ്താൽ തെളിവ്. 200-ലധികം കൊല്ലം മദീനത്തെ പള്ളിയിൽ ലോക മുസ്ലിങ്ങൾ അംഗീകാരത്തോടെ എഴുതി വെച്ചാൽ അത് നബി ചെയ്തതല്ലാത്തത് കൊണ്ട് തെളിവല്ല. എന്നിട്ട് റസൂലുള്ളാഹിന്റെ ജാറത്തെ സംബന്ധിച്ച് കള്ളജാറമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ആ ജാറമൊന്ന് കാണിക്കൂ. പച്ചക്കുമ്പയുള്ള റസൂലുള്ളാഹിന്റെ ജാറം, ആ ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ കള്ളജാറമെന്ന് പ്രസംഗിച്ചില്ലേ? ഇവിടെ വന്നിട്ട് മരിക്കണ്ടേ എന്ന് ചോദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന മൗലവി, റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിപ്പറഞ്ഞിട്ട് ഇവിടെ കബളിപ്പിക്കുന്ന മൗലവി, കള്ളജാറമെന്ന് റസൂലുള്ളാഹിന്റെ കാണുന്ന പച്ചക്കുമ്പയുള്ള ജാറത്തെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ? ആ റസൂലുള്ളാഹിന്റെ ഖബർ കാണാൻ കഴിയൂല എന്ന് മൗലവി പറയുന്നു. മൗലവിക്കല്ലേ കാണാൻ കഴിയാത്തത്? സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന അൽ മുസ്ലിമൂൻ പത്രത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് ജാറം പച്ചപ്പട്ടുകൊണ്ട് പുതച്ചിട്ട് ആ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? ആ പത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനിവിടെ കാണിച്ചില്ലേ? അതിന്റെ ഒറിജിനൽ കോപ്പി കാണിച്ചില്ലേ? എന്റെ CD-യിൽ അത് കാണിച്ചില്ലേ? നിങ്ങൾ എന്തേ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ അനുയായിയാണോ? നിങ്ങൾ വലിയ റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് പ്രസംഗിച്ചിട്ട് ആളുകളെ കുപ്പിയിലാക്കിയിട്ട് മുജാഹിദാക്കാൻ ആ അടവ് ഇനി നടക്കൂല കേട്ടോ. നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജാറത്തെ സംബന്ധിച്ച് നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കാണ് ഞാൻ കേൾപ്പിച്ചത്. കള്ളജാറമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറം കള്ളജാറമാണോ? സൗദി അറേബ്യ ഗവൺമെന്റ് കള്ളന്മാരാണോ? അവിടെയുള്ള ഭരണാധികാരികൾ കള്ളന്മാരാണോ? എന്തേ മൗലവി വിളിച്ചു പറഞ്ഞത് എന്താണ്? ആരുടെ മുന്നിലാണ് ഇത് വിളിച്ചു പറഞ്ഞത്? എന്താണ് വിളിച്ചു പറഞ്ഞത്? ലക്കും ലകാനുമില്ലേ? ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്, ഈ മൗലവി കുറച്ച് കാലമായി ഫിത്ന തുടങ്ങിയിട്ട്
മൂപ്പര പരിപാടി എന്താന്ന് ചോദിച്ചാൽ സുന്നികളെ പിടിക്കലാണ്. അതിന് നല്ല നീട്ടി മണിച്ചിങ് വയന്ന് പറയും, 4 പാട്ടും പാടും. എന്നിട്ട് മൂപ്പരിങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് ജനങ്ങളെ അങ്ങോട്ട് പിടിക്കും. അങ്ങനെ എത്ര സുന്നികളെ ഈമാനാണ് തെറ്റിക്കാൻ ഈ മൗലവി ശ്രമിച്ചത്. ഇത് മൗലവിയുടെ അവസാനത്തെ വരവാണ് കേട്ടോ. നാദാപുരത്ത് വന്നതോടുകൂടി ഈ മൗലവിയുടെ ആശയപരമായ രംഗത്തുള്ള അവസാനത്തെ വരവ് ഞാൻ പറഞ്ഞതിനർത്ഥം ഇനി അയാൾ ഇവിടെ വരൂല എന്നല്ല, മറിച്ച് അയാളെ ഈ വരവ് തുടർന്നങ്ങ് പോയാൽ നിങ്ങളെ കൊണ്ട് ഓരോന്നോരോന്നായി നേരത്തെ ഞാൻ സമ്മതിപ്പിച്ചില്ലേ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഓരോന്നോരോന്ന് സമ്മതിപ്പിച്ചിട്ട് നിങ്ങൾ ആശയത്തിന്റെ അവസാനമാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ജല്ല ജലാലുഹു എനിക്ക് ഈ കാര്യം സംസാരിക്കാൻ ഒരു അവസരം തന്നല്ലോ. അതിന് എനിക്ക് ഇവിടുത്തെ മുജാഹിദികളോട് പ്രത്യേകം നന്ദിയുണ്ട്. ഇതിനൊരവസരം നിങ്ങൾ തന്നല്ലോ. മൗലവി ഷാർജ എന്ന് വരണം, എനിക്ക് റബ്ബിന്റെ കൊണ്ട് വീട്ടിൽ നിന്ന് വന്നാൽ മതി. ഇവിടെ തന്നെയാണ് നിങ്ങളെ പിടിച്ചു കെട്ടാൻ പറ്റിയ സ്ഥലം. അതുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്തിനെ റസൂലുള്ളാഹിന്റെ ജാറത്തെ പറ്റി കള്ളജാറം എന്ന് പറഞ്ഞത്? പേരോട് ദേഷ്യം പിടിക്കുന്നു എന്ന് നിങ്ങൾ പറയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തെ കുറിച്ച് ഇയാൾ എന്തിന് കള്ളജാറം എന്ന് പറഞ്ഞു? ഇയാൾക്ക് എന്തേ ഇയാളെ നാവുമ്മല് എന്നെ ചീത്ത പറഞ്ഞോ മൗലവി? കാന്തപുരസ്ഥാനം നിങ്ങൾ ചീത്ത പറയുന്നോ? പറഞ്ഞോ? നിങ്ങൾ ഉള്ള ആളെന്ന് നിങ്ങൾ പറഞ്ഞ് എല്ലാരെയും നിങ്ങൾ പറഞ്ഞ് അവസാനം റസൂലുള്ളാഹിന്റെ ജാറത്തെ സംബന്ധിച്ച് കള്ളജാറം എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താണ് മൗലവി? ഈമാൻ വേണ്ടേ? നിങ്ങളാണോ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് പ്രസംഗിക്കുന്നത്? നിങ്ങളാണോ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് പ്രസംഗിക്കുന്നത്? നിങ്ങളാണോ റസൂലുള്ളാഹിനുള്ള സ്നേഹം പ്രസംഗിക്കുന്നത്? നിങ്ങളാണോ ഈ കബളിപ്പിക്കൽ മുഴുവൻ നടത്തുന്നത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇത് ആൾക്കാർക്ക് മനസ്സിലാവും. ആൾക്കാർ വിചാരിക്കും പേരോട് മുജാഹിദിനെ വല്ലാണ്ട് എതിർക്കുന്നു. എന്താണ് മുജാഹിദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെക്കാൾ എതിർപ്പുണ്ടാവും ഈമാനുണ്ടെങ്കിൽ. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, മൗലവി പറയാണ്, പിന്നെ നോക്കണോ, ഈ പത്രം ഞാൻ വായിച്ചിട്ട് കഴിഞ്ഞ പ്രസംഗത്തിൽ 1406 എന്ന് പറയേണ്ടത് 1400 എന്ന് പറഞ്ഞിരുന്നു. ഈ നൂറ്റാണ്ടുകൾ എടുത്ത് പറയുമ്പോ ചെറിയ അക്കങ്ങൾ കൂട്ടാണ്ട് നമ്മൾ പറയും. 14-ാം നൂറ്റാണ്ടിൽ 13-ാം നൂറ്റാണ്ടിലൊക്കെ പറയും. അത് 6 എന്ന് പറയാനൊന്നുമില്ലല്ലോ. 1400 ഒരു 6 പറയണോ? അപ്പൊ 1400 മൂപ്പര് പറയാ പേരോടിന് എണ്ണം അറിയില്ല. മൂപ്പര് കണ്ടുപിടിച്ച് എണ്ണം ശരിയായിക്കോളൂ, അല്ലാതെ ഇത് പത്രത്തിലുണ്ടോ ഇല്ലേ എന്നല്ല, ജാറുണ്ടോ ഇല്ലെന്ന് അത് മൂപ്പര് പറഞ്ഞില്ല. എണ്ണം പറഞ്ഞത് 6 കുറഞ്ഞു പോയി. എന്നാ 6 കൂട്ടിക്കോ മൗലവി. 1406 അതിന്റെ മുകളിലുള്ള പട്ടി സൗദി ഗവൺമെന്റ്, സൗദി രാജാവ് കൊണ്ടുപോയി പൊതിച്ചത്. അത് പുതുതായിട്ട് പൊതിച്ചത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാനാണ് ആ പച്ചപ്പട്ടി. അത് നിഷേധിച്ചോ നിങ്ങൾ? എന്ത് പറയാ? കള്ളജാറമാണ്, കള്ളം പറയാണ്. ഇനി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക, ഇയാൾ പറയുന്നു അത് രസമുള്ളതായി പറയും, മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. ഇവിടെ ഞാനുമായിട്ട് കണ്ണന പ്രസംഗം നടത്തി. സെലഫി ഇപ്പൊ സമ്മതിച്ചു മന്ത്രിക്കാം, മന്ത്രിച്ചിട്ട് പൈസ വാങ്ങാം. അത് രണ്ടുമാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത്. ഒന്ന്, ആദ്യം മുജാഹിദീങ്ങളുടെ പുസ്തകത്തിൽ മന്ത്രിക്കാൻ പാടില്ല, മന്ത്രം ശിർക്കാണ് എന്ന് പറഞ്ഞത് ആദ്യം കാണുന്നു. അതിന്റെ ശേഷം കുറച്ച് മന്ത്രം ശിർക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം. ഈ പുസ്തകം KNM പബ്ലിഷിംഗ് വിങ്, മുജാഹിദ് സെന്റർ കോഴിക്കോട് 2. ഇതിൽ പറയുന്ന മന്ത്രം ശിർക്കാണ്. ഈ മന്ത്ര ശിർക്കാണെന്ന് നേരത്തെ പഠിപ്പിച്ച മൗലവിമാര് ഇവിടെ എത്തിയപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? ഇവിടെ ഞാനുമായി മുട്ടിയപ്പോ ഞാൻ അതാ പറഞ്ഞത് നിങ്ങൾ അവസാനത്തതാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. നിങ്ങളെ ആശയത്തിന്റെ അവസാനമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഇതിലിപ്പോൾ മൗലവിമാര് നേരത്തെ ശിർക്കാണെന്ന് പറഞ്ഞ മന്ത്രം ഇപ്പോൾ പറയുന്നു അതിന് ഒരു വിരോധവുമില്ല. 161-ാമത്തെ പേജില് ആദ്യം ഞാൻ വായിച്ചു കേൾക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ വാചകമാണ്. കേട്ടോളൂ. സിഹർ, മാരണം, ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, നൂല്, മന്ത്രം, പിഞ്ഞാണമെഴുത്ത്, മന്ത്രിച്ചൂതിയ വെള്ളം, മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുതുബിയ്യത്ത്, മാലപ്പാട്ടുകൾ, കുപ്പിപ്പാട്ടുകൾ, പക്ഷിപ്പാട്ടുകൾ, ഗുളികൻ, ജിന്ന്, റൂഹാനി തുടങ്ങിയ പിശാച് സേവകൾ എന്നിവ ചികിത്സാ രീതികളായി സ്വീകരിക്കുന്ന ശിർക്കൻ വിശ്വാസം. അപ്പൊ ഇതിൽ എന്തെല്ലാം പെട്ട്? ഇതിൽ കുറെ ഗുളികനല്ല, അതുകൊണ്ട് കൂട്ടത്തിൽ ഗുളികന്റെ കൂട്ടത്തിൽ ആ മന്ത്രം പെട്ടിയത്, അതുപോലെ ഉറുക്ക് വെട്ടിയത്. അങ്ങനെ മന്ത്രം ശിർക്കൻ വിശ്വാസമാണ് എന്ന് മുജാഹിദ് എഴുതി. പ്രസിദ്ധീകരിച്ചത് 2002. എന്നാൽ 2000 2006 2006 പേരോടുമായി സെലഫി വന്ന് നാദാപുരത്ത് മുട്ടിയപ്പോൾ സെലഫി അതാ സമ്മതിക്കുന്ന മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല,
അത് കേട്ടോ സഹോദരന്മാരെ. ഇല്ല, അങ്ങനെ ആ സഹാബിമാര് ആ സ്ഥലത്ത് നിന്ന് മടങ്ങുമ്പോ അതാ ആ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട മനുഷ്യന് വിഷം ബാധിച്ചു. വിഷം ബാധിച്ചപ്പോ അവർ ഈ വന്ന ആളുകളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രം അറിയുന്നവരുണ്ടോ? അപ്പൊ സഹാബിമാർ പറഞ്ഞു, ഞങ്ങൾക്ക് മന്ത്രമൊക്കെ അറിയാം, മന്ത്രിച്ച് തരാം, വിഷത്തിന് ഞങ്ങൾ മന്ത്രിക്കാം, പക്ഷേ വെറുതെ പറ്റൂല, നിങ്ങൾ ഞങ്ങളെ അനാദരിച്ചവരാണ്, അതുകൊണ്ട് കൂലി വേണം എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് കൂലി തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കൂലി തരണം എന്ന് പറഞ്ഞു. അങ്ങ് ആടിനെ പ്രതിഫലമായി നിശ്ചയിച്ചു. അവർ ഫാത്തിഹയോതി മന്ത്രിച്ചു, രോഗം സുഖപ്പെട്ടു. അങ്ങനെ അവർക്ക് ആട്ടിനെ കിട്ടി. അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് വിവരം പറഞ്ഞു, നബിക്കും അതിൽ എന്നൊരു ഓഹരി നൽകി, നബി ചോദിച്ചു വാങ്ങി എന്ന ഒരു സംഭവം ഇവിടെ പറയുകയുണ്ടായി. അതിലാർക്കും ഒരു തർക്കമല്ല. മന്ത്രം അവിടെ നിന്ന് നടത്തി, അവിടെ നിന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂലി വാങ്ങി. അതിവിടെ വിഷയമല്ല, അത് വേറെ വിഷയമാണ്. മന്ത്രത്തിന് നമ്മൾ എതിരല്ല. അങ്ങനെ ഒരു മന്ത്രം എന്ന ഒരു ചികിത്സയുടെ പേരിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഹദിയ ഒരാൾ കൊടുത്താൽ വാങ്ങുന്നതും ശരിയല്ല. നമ്മുടെ അത് പറഞ്ഞിട്ടില്ല. അട്ടിമറിക്കുകയാണ് വിഷയം. ഇവിടുത്തെ വിഷയം എന്താണ്? ജാറത്തിങ്കൽ നടക്കുന്ന കേട്ടോ. ഞാനിവിടെ ആ ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞപ്പോ ഇപ്പൊ ഇയാൾ പറയുന്നു നമുക്ക് തർക്കം ഇല്ല, മന്ത്രിച്ചിട്ട് കൂലി വാങ്ങാം, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞ പുസ്തകം അച്ചടിച്ചിട്ട് കൊല്ലം 4 ആയിട്ടുള്ളൂ മൗലവി. അതാ ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങളെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിലാ പറഞ്ഞ് മന്ത്രം ശിർക്കാണെന്ന്, ഉറുക്ക് ശിർക്കാണെന്ന്. അത് നിങ്ങൾ ഗുളികന്റെ കൂട്ടത്തിലാ പെടുത്തിയത്, ജിന്നിന്റെ കൂട്ടത്തിലാ പെടുത്തിയത്. എന്നാൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തില് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഓരോ നിങ്ങൾ പറഞ്ഞ പോലെ പറഞ്ഞ് ഇവിടെ പറയുകയുണ്ടായി, തർക്കമില്ല, നമുക്ക് പ്രശ്നമില്ല, മന്ത്രിക്കാം, കൂലി വാങ്ങാം. ഇതാ ഞാൻ പറഞ്ഞത് അന്ത്യമാണിത് കേട്ടോ. നിങ്ങൾ ആശയത്തിന്റെ അന്ത്യമാണ് കേട്ടോ. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് എന്താണ്? സഹോദരന്മാരെ, ഇയാള് പറയാണ്, ഇയാള് ലൈഫൊന്നും പറയൂലേ, മൂപ്പര് ലൈഫൊന്നും തെളിവിനെടുക്കൂല. പ്രസംഗത്തിലെടുക്കൽ അത് ലൈഫാണ്. ഇയാൾ ഇവിടെ ഒരു ലൈഫ് പറഞ്ഞ് കേൾക്കണോ നിങ്ങൾക്ക്? ഇയാള് റസൂലുള്ള വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിച്ചു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ സാദാത്തുക്കളും വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിന്ന് തക്ബീർ ചൊല്ലുമല്ലോ. ഇത് മൗലവിക്ക് തീരെ പിടിക്കാത്താണ്. കാളനെ കാണുമ്പോൾ തക്ബീർ എന്നാ മൗലവി മുമ്പ് പറഞ്ഞത്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ അള്ളാന്റെ റസൂല് വരുമ്പോ സഹാബത്ത് തക്ബീർ ചൊല്ലിയ കിതാബുകൾ എടുത്തങ്ങ് ഉദ്ധരിച്ചപ്പോ മൗലവി പറയാണ്, സഹാബത്ത് ഒറ്റ തക്ബീറേ ചൊല്ലിയിട്ടുള്ളൂ, നിങ്ങൾ 3 ചെല്ലുന്നുണ്ട്. അപ്പൊ 1 തൗഹീദും 3 ശിർക്കുമാണോ മൗലവി? എന്താണ് നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്നാൽ നിങ്ങൾ ഓർക്കണം, ഞാനത് കഴിഞ്ഞ CD ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരോട് പറയുന്നു. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ച 8 CD അത് ഈമാൻ കിട്ടി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ എവിടുന്നെങ്കിലും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുകയും നിങ്ങളെ മക്കളെ കേൾപ്പിക്കുകയും നിങ്ങളെ സ്നേഹിതന്മാരെ കേൾപ്പിക്കുകയും വേണം. കാരണം എന്താണ് മുജാഹിദെന്ന് പഠിക്കാൻ അത്രയും കാര്യങ്ങൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതാ മൗലവി ഇങ്ങനെ മുട്ടുമടക്കേണ്ടി വന്നത്. എന്നാൽ അദ്ദേഹം ഇപ്രാവശ്യം വന്നിട്ട് പറയുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമുസ്ലിം സഹോദരന്മാര് ചിലരെ ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കും പോലെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ നിൽക്കണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, മൗലവി നിങ്ങൾ ലഈഫൊന്നും എടുക്കൂല എന്ന് പറഞ്ഞിട്ട് തലേക്കെട്ടിന്റെ ഹദീസൊക്കെ ലഈഫാണെന്ന് പറഞ്ഞില്ലേ? റസൂലുള്ള വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണ്ടെന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ലഈഫാണ് മൗലവി. അത് നിങ്ങളെ നമ്മളെ ജബ്ബാർ ബാക്കവിനെ പോലെ നേരത്തെ തോറ്റപ്പ തലയെ കെട്ടിയ ഏതോ ഒരു മൗലവി കോട്ടക്കെന്ന് പറഞ്ഞു തന്ന് പറ്റിച്ചതായിരിക്കും. അതുകൊണ്ട് പറയട്ടെ, ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അബൂദാവൂദിന്റെ ശറഹിലും പറയുന്നു. അങ്ങനെ അബൂദാവൂദിന്റെ ശറഹ് ഞാൻ നോക്കി വായിക്കുന്നു, ഖാല തബറാനി ഹാദൽ ഹദീസു ലഈഫുൻ, ഈ ഹദീസ് ദുർബലമാണ് കേട്ടോ. ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിയുടെ പിന്നാലെ പോയിട്ട് റസൂലുള്ള വരുമ്പോ പോലും എഴുന്നേൽക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കല്ലേ മുജാഹിദേ. ബുഖാരിയിൽ ഹദീസുണ്ടേ മുജാഹിദേ,
റസൂലുള്ള പറയുന്നു, നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവീൻ എന്ന് സഹാബത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരെ. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കണം. മൗലവിക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പഠിപ്പിച്ചു, അള്ളാന്റെ റസൂൽ നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് അവരുടെ മുഖപത്രമായ ശബാബിൽ അവരുടെ പ്രസിഡന്റായ ഉസ്മാൻ സാഹിബ് എഴുതി. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്ക്രീനിൽ വെച്ചങ്ങ് കാണിച്ചു കൊടുത്തു. അതിന്റെ പുറമേ ഈ മൗലവി തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ തരംതാഴ്ത്തിയിട്ട് ദുബായിൽ വെച്ച് പ്രസംഗിച്ചപ്പോ മുഹമ്മദ് നബിയുടെ ജാറത്തിൽ അതാ കൊണ്ടുപോയി പട്ട് ഇടുന്നതാണ് ഡെൻമാർക്കിൽ വെച്ച് കാർട്ടൂൺ വരച്ചതിനേക്കാൾ ഗൗരവമുള്ള തെറ്റ് അവിടുത്തെ ജാറത്തിന്റെ മേലെ പട്ടിടുന്നതാണെന്ന് നിങ്ങൾ പ്രസംഗിച്ചു മൗലവി. അത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ എടുത്ത് ചൂണ്ടിക്കാണിച്ചു. റസൂലുള്ളാഹിനോട് നിങ്ങൾക്കുള്ള അനാദരവ് ആ കാർട്ടൂൺ വരച്ച ധിക്കാരികളെക്കാൾ വളരെ മോശക്കാരും അവിടുത്തെ ജാറത്തിന്റെ മേലെ പട്ടിടുന്ന സൗദി ഗവൺമെന്റ് ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? എന്നാൽ ആ പറഞ്ഞ നിങ്ങള് ശരിക്കും മനസ്സിലാക്കി വെക്കണം. നിങ്ങളെ ശബാബ് എടുത്തിട്ട് മുഹമ്മദ് നബി മറ്റ് മനുഷ്യരെ പോലുള്ള മനുഷ്യനാണെന്നും മുഹമ്മദ് നബി സാധാരണ പ്രകൃതിയുള്ള മനുഷ്യനാണെന്ന് വിശ്വസിക്കില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താണെന്നും ഇന്നീ ലസ്തുമിഥിലക്കും ഞാൻ നിങ്ങൾ നിശ്ചയം നിങ്ങളെപ്പോലെ അല്ല എന്ന് റസൂലുള്ള പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ആ ബുഖാരി ഇമാമിനെ വരെ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താക്കിയിട്ടല്ലേ നിങ്ങളെ ശബാബിൽ എഴുതിയത്? അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു, സ്ക്രീനിലിട്ട് കാണിച്ചു. ആ ശബാബ് ഇപ്പം വന്നിട്ട് മൗലവി പറയുന്നു പേരോടത് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. എന്നാൽ എന്താണ് ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് ശബാബിന്റെ ആദ്യം മുതൽ അവസാനം വരെ 4 ദിവസത്തെ പ്രസംഗത്തിൽ എന്തേ മൗലവി വായിക്കാതിരുന്നത്? പേരോട് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയോ? എന്നാൽ എന്താണ് ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് നിങ്ങൾ പറയണ്ടേ? ഇതുപോലെ നിങ്ങൾ അൽമനാറിൽ അള്ളാന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് എഴുതിയത് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്റെ അൽമനാറ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ വെച്ച് കാണിച്ചു തന്നു. ഞാൻ നിങ്ങളെ തൊട്ടപ്പം മൗലവിമാരെ മുന്നിൽ, നിങ്ങളെ മൗലവിമാരെ മുന്നിൽ, എന്നോട് വാദപ്രതിവാദത്തിന് വന്ന മൗലവിമാരെ മുന്നിൽ ഞാൻ ഇടപെട്ടത്തി വെച്ച് കാണിച്ചിട്ടില്ലേ? നിങ്ങളെ മൗലവിമാര് ചോദ്യം ചെയ്തിരുന്നോ? റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിച്ചു എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? അത് നിങ്ങളുടെ ജമാഅത്ത് ഇസ്ലാമിക്കാരും എഴുതിയിട്ടില്ലേ? അതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ? ഇപ്പോൾ മൗലവി വന്നിട്ട് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. മൗലവി പറയുന്നു മുഹമ്മദ് നബി എന്നെ പോലെയുമല്ല നിങ്ങളെ പോലെയുമല്ല എന്നിവിടെ വെച്ചിട്ട് ഏത്തേടാണ്, സമ്മതിക്കാണ്. അതാണ് ഇനി നിങ്ങൾക്ക് 2 കാര്യമാണ് കേൾപ്പിക്കാൻ പോകുന്നത്. അതേ ശബാബിലുള്ള നമ്മളെ പോലെയാണെന്ന് പറഞ്ഞത് ആദ്യം കേൾപ്പിക്കുന്നു. പിന്നെ മൗലവി നമ്മളെ പോലെ അല്ല എന്ന് എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ സമ്മതിക്കുന്നത് രണ്ടാമത് കേൾപ്പിക്കുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യർ മാത്രമാണെന്ന് പ്രവാചകന്മാരുടെ എതിരാളികൾ പറഞ്ഞപ്പോൾ അല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ല എന്നല്ല പ്രവാചകന്മാർ മറുപടി പറഞ്ഞത്. നേരെ മറിച്ച് ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യർ മാത്രമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ശബാബിനുള്ളത്. ഇനി പ്രവാചകന്മാർ സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു. ഇതിങ്ങനെ വന്നിട്ട് മൂപ്പർ അവസാനം പറയാണ് അങ്ങനെ വിശ്വസിക്കാത്തവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അതാണ് ശബാബ് കാണിക്കുന്നത്. ഇനി മൗലവി ഇവിടുന്ന് എന്റെ പ്രസംഗത്തിൽ ഞാൻ തെളിവുകളുടെ സമാഹാരങ്ങളും കിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ള കാണുന്നില്ലേ? സിദ്ദീഖുൽ അക്ബർ കാണാറുണ്ടോ? സാധാരണ പ്രകൃതിയിൽ അല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? അപ്പോൾ റസൂലുള്ളാഹിന്റെ കാഴ്ച അസാധാരണയല്ലേ? അസാധാരണ കാഴ്ചയല്ലേ? അസാധാരണ കേൾവിയല്ലേ? അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല വാസനയല്ലേ? ഉമിനീരിന് കസ്തൂരിയേക്കാൾ വാസനയല്ലേ? എന്നിങ്ങനെ തെളിവിന്റെ കൊട്ട കൊണ്ടുകൊണ്ട് അങ്ങോട്ട് മുട്ടി. അപ്പൊ മൗലവി പറയുന്നത് അതെല്ലാം ശരിയാണ്. അതാണ് ഇനി നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കേൾപ്പിക്കാൻ വന്നത് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യൻ തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനല്ല എന്ന് പറയാൻ കഴിയില്ല. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ പോലെയും നിങ്ങളെപ്പോലെയുമാണോ? ഒരിക്കലുമല്ല. നിങ്ങളെ ശബാബിന് നിങ്ങളെ പ്രസിഡന്റ് നിങ്ങളെപ്പോലത്തെ മനുഷ്യനാണെന്ന് എഴുതിയത് ഞാൻ കാണിക്കില്ലേ? നാദാപുരത്ത് വെച്ച് നിങ്ങളെ കൊണ്ടത് തിരുത്തിച്ചില്ലേ?
നാദാപുരത്ത് വെച്ച് മാറ്റിപ്പറയിക്കില്ല. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അന്ത്യമാണിത്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അന്ത്യമാണിത്. ഇനി ഞാൻ നിങ്ങളെ കൊണ്ട് പറയിച്ചു തരാം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാന്റെ റസൂല് തെറ്റ് ചെയ്യുമെന്ന് ഇവരെഴുതി, കുറ്റബോധമുള്ള ആളായിരുന്നു എന്നെഴുതി. സെൽസബീലിലല്ലേ എഴുതിയത്? വെക്കൂ മോനെ സെൽസബീല്. കേട്ടോളൂ, പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയവരാണെന്ന് കുറ്റബോധപൂർവം സ്വയം സമ്മതിക്കുകയും അള്ളാഹുവിനോട് മാപ്പിരക്കുകയും ചെയ്യുന്നവരായിരുന്നു. സെൽസബീൽ പുസ്തകം 1 പേജ് 33. അപ്പൊ അള്ളാന്റെ റസൂല് അള്ളാഹ്ക്ക് കീഴ്പ്പെടാത്ത ആളാണെന്നും ആ കുറ്റബോധം നബിക്കുണ്ടായിരുന്നുവെന്നും എന്നിട്ട് മാപ്പിരുന്നുവെന്നും നിങ്ങളെ സെൽസബീൽ പുസ്തകം 1 പേജ് 33 ഉമർ മൗലവി എഴുതി. എന്നാൽ ഇവിടെ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് ശുക്ർ, അള്ളാഹുവിന് ഹംദ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് നന്ദി. നിങ്ങൾ അധ്വാനിക്ക് പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ നിങ്ങളൊക്കെ എല്ലാ നാട്ടിൽ നിന്നും വന്നു. ഞാൻ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് എനിക്കറിയുന്നത് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ മുജാഹിദിനെ കൊണ്ട് നാദാപുരത്ത് വെച്ച് അല്ല എന്ന് സമ്മതിപ്പിച്ചു. അതാണ് നിങ്ങൾക്ക് ഇനി കേൾക്കാൻ പോകുന്നത്. വെക്കൂ മോനെ. അമ്പിയാക്കന്മാർ, അവരിൽ പ്രശിഷ്യ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹയടക്കമുള്ള സകല അമ്പിയാക്കന്മാരും മഅസൂമുകൾ തന്നെ. ഒരു പാപവും ചെയ്യാൻ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ നിലക്കുള്ള നിർദ്ദേശം വരാതെ കൃത്യമായി പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വ്യക്തിത്വങ്ങളാകുന്നു. കണ്ടോ, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വ്യക്തിത്വങ്ങളാകുന്നു. ഇതാണ് കേട്ടോടിക്കൽ. ഇനി കേട്ടോളൂ, ഇയാൾ പറഞ്ഞ മുസ്ലിംമാര് തെറ്റിദ്ധരിപ്പിക്കാണ്, ഞങ്ങള് ഈ പണ്ഡിതന്മാര് മുസ്ലിംമാരെ തെറ്റിദ്ധരിപ്പിക്കാണ്, ഞങ്ങൾ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, മനുഷ്യനാണ് എന്നാണ് ഇവര് പറയുന്നത്, മനുഷ്യനാണ് എന്നാണ്. എന്നാ സഹോദരന്മാരെ, അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 3-ാം ക്ലാസ്സിലെ പുസ്തകം. അതിനു മുമ്പ് മൗലവിമാര് മുസ്ലിംമാര് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഞങ്ങളെക്കുറിച്ച് പച്ചക്കള്ളം പറയുന്നത് ആദ്യം വെക്കട്ടെ. വെക്കൂ. അവരുടെ വഅളിന്റെ മജ്‌ലിസുകളിലേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിയാക്കന്മാര് അവർ പലപ്പോഴും പറയുന്നു, മുജാഹിദിന്റെ വിശ്വാസം റസൂലുള്ളാഹ് കേവല സാധാരണക്കാരൻ തന്നെ. തെളിവ് പറയുന്നത് എന്താണെന്നോ, മുജാഹിദിന്റെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അല്ലാഹുവിന്റെ റസൂല് മനുഷ്യൻ തന്നെ എഴുതിയിട്ടുണ്ട് പോലും. 3-ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ മനുഷ്യൻ തന്നെ എഴുതിയതാണ് പോലും നമ്മൾ തെളിവ് പറയുന്നത്. 3-ാം ക്ലാസ്സിലെ പുസ്തകമാണിത്. നോക്കിക്കോ, എല്ലാ പ്രവാചകന്മാരും സാധാരണ മനുഷ്യർ തന്നെയായിരുന്നു. മനുഷ്യൻ തന്നെ എന്നല്ല നിങ്ങൾ എഴുതിയത്, സാധാരണ മനുഷ്യൻ തന്നെ എന്നാണ്. അവക്ക് അതോ സ്ക്രീനിൽ കാണുന്നില്ലേ? സാധാരണ മനുഷ്യൻ തന്നെ എന്നാ എഴുതിയത്. ഇത് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാ പറയുന്നത്. പൊളിച്ചെഴുതിക്കാണ് നിങ്ങളെ കൊണ്ട്. നിങ്ങൾ പൊളിച്ചെഴുത്തുന്നല്ലേ നിങ്ങളെ പോസ്റ്ററിന് കൊടുത്തത്? പൊളിച്ചെഴുത്തിന്റെയാണിത്. മുജാഹിദിനെ പൊളിച്ചെഴുതാണ്. എനിക്ക് കേട്ടോ സഹോദരന്മാരെ, ഇദ്ദേഹം പറയാണ് സാധാരണ മനുഷ്യന്മാര് ഞങ്ങളല്ല പറഞ്ഞത്, സുന്നികളാണ്. അതായത് കണ്ട രസം. എന്താണ് മൗലവിന്റെ തടിപ്പ്? എന്താണ് എനിക്ക് മൂപ്പര് പറയാ? നിങ്ങളെ ബുക്കിലുണ്ട് പോയാരെ എന്ത് സാധാരണ മനുഷ്യനാണ്. ഒരു ബുദ്ധിയുള്ള പറയൂ. അത് എന്താ ഉള്ളതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വിനയം. ആ വിനയത്തെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് നമ്മളെ ഒരു പുസ്തകത്തിൽ പറഞ്ഞു, ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഗിരിപ്രഭാഷണം നടത്തി അഹന്തയുമായി നടക്കുന്ന ആളായിരുന്നില്ല. റസൂലുള്ളാഹിന്റെ സ്വഭാവം പറയാൻ ഏത് സാധാരണക്കാരനിലും സാധാരണക്കാരന്റെ സ്വഭാവമാണ്, ഒരു സ്ഥാനമാനം കാണിക്കുന്ന സ്വഭാവമില്ല. ഇതിന് ശേഷം പറയാണ്, ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ ദർശിക്കാനാവൂ. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ നബിയെ ദർശിക്കാനാവൂ, നബിയെ വിശ്വസിക്കാനാവൂന്നല്ല. നബിനെ നമ്മൾ കാണുമ്പോ ഒരു സാധാരണക്കാരന്റെ ജീവിതമാണ്, ഒരു വലിയ ജീവിതം നയിക്കുന്ന സ്വഭാവമില്ല. ഇത് വെച്ചിട്ട് പറയാം നിങ്ങളും പറയും സാധാരണക്കാരനാണ്.
ഇയാളൊരു തട്ടിപ്പ് നോക്ക് നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരിൽ സാധാരണക്കാരാക്കിയത് നമ്മളല്ല. കേട്ടോളൂ, ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കട്ടെ. ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തതയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാകൂ. ഇത് നബിയെ സാധാരണക്കാരനാക്കലാണോ? ബുദ്ധിയുള്ളവർ പറയട്ടെ, മുജാഹിദിന്റെ തട്ടിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വിനയമുള്ള ആളായിരുന്നു, അഹന്ത ധരിക്കുന്ന ആളായിരുന്നില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരനായി. അവിടുന്ന് പറഞ്ഞതിനെന്താണ്? അവിടുന്ന് പറഞ്ഞതിന് എന്ന് പറഞ്ഞു എന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്നുള്ള വേറെ വിഷയം. സാധുക്കളെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണമെന്ന്. ഈ സാധാരണക്കാരന്റെ ജീവിതം നയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞതാണ് മുഹമ്മദ് നബി സാധാരണക്കാരനാണ് സുന്നികളാ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവരോട് ഒരു തൊലിക്കെട്ടി. ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ റസൂലുള്ളാഹിന്റെ കാഴ്ചയും കേൾവിയും അസാധാരണയാണെന്ന്? കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു. ഇപ്പം മൗലവിയും അത് സമ്മതിക്കുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ വെക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നത് തന്നെ റസൂലുള്ള ജിബ്രീലിനെ കാണുന്നത് കൊണ്ടല്ലേ? ജിബ്രീലിന്റെ ശബ്ദം റസൂലുള്ള കേട്ടിട്ടല്ലേ? ഖുർആൻ അല്ലാഹുവിന്റെ റസൂല് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ഖദീജത്ത് റളിയല്ലാഹു അൻഹയുള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ഒരുപാട് സഹാബിമാരുടെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴും പല സ്ഥലത്തും യുദ്ധസന്ദർഭ ങ്ങളിലുമൊക്കെ അവരാരും കേൾക്കാതെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേട്ടല്ലോ. ജിബ്രീലിനെ റസൂലുള്ളാഹ് മാത്രം കണ്ടല്ലോ. ആയിഷ ബീവിയുടെ മടിക്കത്തിൽ തലവെച്ച് കിടക്കുമ്പോൾ പോലും റസൂൽ ജിബ്രീലിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അതേ അവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ശബ്ദം കേട്ടിട്ടുമില്ല. അതാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർ കേൾക്കാത്ത ശബ്ദം റസൂലുള്ള കേൾക്കുന്നു, മറ്റുള്ളവരെ കാണാത്ത കാഴ്ച റസൂലുള്ള കാണുന്നു, മറ്റുള്ള പലരും അനുഭവിക്കാത്ത പലതും റസൂലുള്ള അനുഭവിക്കുന്നു. കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ മൗലവി പഠിച്ചു. ഇപ്പോൾ സാധാരണക്കാരനല്ല, കാഴ്ചയും കേൾവിയൊക്കെ വ്യത്യാസമുള്ള സംഭവിച്ചു. എന്നെ കേൾക്കോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീർണിക്കും എന്നവരെഴുതിയ ആൽമനാണ്. ശേഷം മൗലവി ജീർണിക്കൂല എന്ന് ഇവർ സമ്മതിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ പ്രസംഗം ഉണ്ടായ ഫല പറയുന്നത് കേട്ടോ. പൊളിച്ചേക്ക് വെക്ക്. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരുടെയും അവരുടെ ആ മയ്യത്തിന് പോലും അവരുടെ ഭൗതിക ശരീരത്തിന്റെ പോലും പ്രത്യേകത അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു തന്നിരിക്കുന്നു. അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല. കണ്ടോ? എന്നാ നിങ്ങൾ അൽമനാറിലുള്ളത് എന്താ? അൽമനാർ 985 സെപ്റ്റംബറിൽ വില 1.50. കേട്ടോളെ, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? ഇങ്ങനെ റസൂലുള്ളാഹിക്കുള്ള മഹാന്മാരെ പറ്റി പറയാണ്. ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? എന്നിട്ടൊരായത്തൊക്കെ കൊടുത്തിട്ട് അവസാനം പറയാണ്, നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്നു അവിടുത്തെ വിളിക്കുകയും സഹായമർപ്പിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ ഖബറുകളിൽ ജീർണിച്ച് നശിച്ച ആ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാളന്മാരിൽപ്പെട്ട ആളാണ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ അൽമനാറിൽ നിങ്ങൾ പച്ചയായി എഴുതി. ഇതാ ഞാൻ ഇടമുട്ടത്തുനിന്ന് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏത്തേടാണ് മൗലവി. മൗലവി പറയുന്നു റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിക്കുകയില്ലെന്ന് ഹദീസിലുണ്ട്. അത് കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ ഞാൻ അതിന്റെ തെളിവുകൾ ഖുർആനി ഹദീസിൽ നിന്ന് വലിച്ചങ്ങ് പറഞ്ഞപ്പോ മൗലവി ഇപ്പോൾ സമ്മതിക്കുന്നതാണ്. മുസ്ലിമീങ്ങളെ, നിങ്ങൾ കേട്ടത് അതാണ്. പോസ്റ്ററിൽ മുജാഹിദീങ്ങൾ എഴുതിയത് പൗരോഹിത്യത്തിന്റെ പൊളിച്ചെഴുത്ത്. കാരണം മുമ്പ് പറഞ്ഞതൊക്കെ അവർ പൊളിച്ചെഴുതുകയാണ്.
പേരോടിന്റെ മുമ്പിൽ അടിയറ പറയുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ മുമ്പിൽ അടിയറ പറയുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കട്ടെ. മൗലവി എന്നെ പറ്റി പറഞ്ഞ് ഞാൻ ആദ്യം കേൾപ്പിച്ചു പേരോടിന് ലൂസാണ്. എന്നാ മൗലവി പ്രസംഗം ശരിക്കങ്ങ് കേട്ടപ്പോ മൗലവി പറയുന്നത് പേരോട് മുസ്ലിയാരങ്ങനത്തെ ആളൊന്നുമല്ല. പേരോട് മുസ്ലിയാർ ആരാ? മൗലവി പറയാണ് പാറ ചേറാക്കാനുള്ള വ്യാഖ്യാനം പറയാൻ കഴിവുള്ള മുസ്ലിയാരാണ് ഇദ്ദേഹം. ഇതാണ്, അതായത് പരിശുദ്ധ ഇസ്ലാമിനെ, സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ ഞാൻ എറിയുന്ന പാറക്കഷ്ണങ്ങൾ ചേറായിട്ട് എന്റെ മുഖത്തേക്ക് തന്നെ വീഴുന്നു എന്ന് മൗലവിക്ക് ബോധ്യപ്പെട്ടു. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. വെക്കൂ മോനെ.